നമ്മൾ കഴിഞ്ഞ പ്രഭാതത്തിൽ വായിച്ച വേദഭാഗത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാം. അപ്പോസ്തലപ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 55-56 വാക്യങ്ങളിൽ നിന്ന് 4 ഭാഗങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് അതിലൊന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയിരുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് സഞ്ചരിക്കാം. ഇന്ന് പ്രഭാതത്തിലില്ലാത്തവരാരെങ്കിലുമൊക്കെ ഇന്ന് വൈകിട്ടുണ്ടോ? കുറച്ച് പേര്, സോറി, നിങ്ങൾ അതുമായിട്ട് ചേർന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് വായിച്ചു തരാമോ? അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, സ്തെഫാനോസ്. 2 സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അടുത്തത്, ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും. സ്വർഗം തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. 4-മതായി വായിച്ച അതേ ഭാഗത്ത് പറയുകയാണ്, ദൈവമഹത്വവും വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടോ. ആകയാൽ ഇവിടെ 4 ഭാഗങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട സ്തെഫാനോസ്. 2-മതായി നാം കാണുമ്പോൾ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുന്ന സ്തെഫാനോസ്. 3-മതായി നാം കാണുമ്പോൾ തുറക്കപ്പെട്ട സ്വർഗം. 4-മതായി ദൈവമഹത്വത്തിൻ്റെ പ്രത്യക്ഷതയും യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും. ഇങ്ങനെ മനോഹരമായിരിക്കുന്ന 4 വിഷയങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഈ ഓരോ വിഷയങ്ങളും ഒന്നെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഒരുപക്ഷെ എത്തിച്ചിപ്പി പറക്കിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഈ വചനത്തിൻ്റെ ആഴങ്ങളിലും ഇതിൻ്റെ മർമ്മങ്ങളിലും എത്തിത്തീരുകയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കട്ടെ. സ്തെഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നില്ല താൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നത്. വിശേഷമായ 4 പരിശുദ്ധാത്മ നിറവിൻ്റെ 4 തലങ്ങളാണ് നമുക്ക് സ്തെഫാനോസിൽ കാണുവാൻ കഴിയുന്നത്. 1, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന അഭിഷേകത്തിൻ്റെ നിറവ്. 2, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന അഭിഷേകത്തിൻ്റെ നിറവ്. 3, ആർക്കും എതിർത്തു നിൽക്കാൻ കഴിയാത്ത അഭിഷേകത്തിൻ്റെ നിറവ്. 4, സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി പ്രാണനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതായ അഭിഷേകത്തിൻ്റെ നിറവിൻ്റെ പൂർണ്ണ തലത്തെ നാം അവിടെ കാണുകയാണ്. ഈ അഭിഷേകത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചു വരുത്തിയ, സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയ രക്ഷകന്റെ പാദത്തിങ്കൽ നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം. ഇവിടെ നാം എന്തുകൊണ്ട് ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായിരിക്കണം? കാരണം യേശു ഒരിക്കലും ശൂന്യമാക്കുന്നവനല്ല. കള്ളൻ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വരുമ്പോൾ, മ്ലേച്ഛതകൾ ശൂന്യമാക്കുമ്പോൾ യേശു എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവനാണ്. ആകയാൽ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മക്കൾ നിറവുള്ളവരായിരിക്കണം. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. അത് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാരംഭ പടിയാണ്. കാരണം പൗലോസിന്റെ രക്ഷാപദ്ധതിയുടെ പ്രാരംഭ നാളുകളിൽ തന്നെ തേടി വന്ന ദൈവത്തിൻ്റെ ദാസനായ അനന്യാസ് പറഞ്ഞു, ശൗൽ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകുക എന്ന് പറഞ്ഞു. 2-മതായി നാം കണ്ടു, ആരാധന ആത്മാവിൻ്റെ നിറവിലായിരിക്കേണ്ട. 3-മതായി നാം കണ്ടു, ഒരു മനുഷ്യൻ വലുതാകുന്നതിൻ്റെയും ഒരു മനുഷ്യൻ വിശുദ്ധനാകുന്നതിൻ്റെയും അടിസ്ഥാനം അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതാണ്. ഇന്ന് രാത്രി നിന്നെ വളരാൻ സമ്മതിക്കത്തില്ലെന്ന്, നിന്റെ തലമുറ ഉയരാൻ സമ്മതിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് വാദം കെട്ടി നിൽക്കുന്ന 10,000 കോടി ശക്തികളുടെ മുൻപാകെ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട്, അഭിഷേകം എന്നിൽ ഉള്ളിടത്തോളം കാലം ഞാൻ വളരും. ദൈവശക്തി എന്നിൽ ഉള്ളിടത്തോളം ഞാൻ വളരും. ഒരു ശക്തിക്കും എന്നെ തടയുവാൻ സാധ്യമല്ല. ഇന്ന് പകൽക്കാലം പാപത്തിന്റെ ശോധന ഭീമമായി എഴുന്നേറ്റാലും, പാപത്തിന്റെ പ്രലോഭനം കൊടുങ്കാറ്റ് പോലെ നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, പാപത്തിന്റെ പ്രലോഭനങ്ങൾ നടുച്ചുഴി പോലെ തിരക്കകത്തേക്ക് നിന്നെ വലിച്ചിറക്കുമെന്ന് പറഞ്ഞാലും, അഭിഷേകത്തിന്റെ ശക്തിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനൊരു വിശുദ്ധനായി മാറ്റപ്പെടാം. ഹോളി അൺടു ജീസസ്, ഹോളി അൺടു ജീസസ്. ദൈവത്തിന് വിശുദ്ധം, ദൈവത്തിന് വിശുദ്ധം, ദൈവത്തിന് വിശുദ്ധം. പഴയ നിയമ മഹാപുരോഹിതന്റെ നെറ്റിയിൽ ഒരു പട്ടം കിട്ടും. പൊന്നുകൊണ്ടൊരു തകിടുണ്ടാക്കി നീല ചരടുകൊണ്ട് അത് കെട്ടിവെക്ക. നീല എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. പൊന്നെന്നുള്ളത് വിശ്വാസത്തിന്റെ പരിശോധനകളിൽ കൂടെ ഉലയിൽ ചുട്ടെടുത്ത പൊൻതകിട് അടിച്ചു പരത്തി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് നെറ്റിയിൽ എഴുതി നീല ചരടുകൊണ്ട് കെട്ടിവെക്ക. ഇന്ന് പകൽക്കായി
രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ചരടുകൊണ്ട് എന്റെയും നിങ്ങളുടെയും നെറുകയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹോളി ആൻഡ് ജീസസ്. ദൈവത്തിന് പരിശുദ്ധ. ഇന്ന് പകൽക്കാലം നെറുകയിൽ കൈവച്ചിട്ട് പറഞ്ഞേ, ഹോളി ആൻഡ് ജീസസ്. ദൈവത്തിന് വിശുദ്ധ. എല്ലാ കരങ്ങളും നെറുകയിൽ വെച്ചിട്ട് ആ ദൈവം വെച്ച അഭിഷേകത്തിന്റെ പത്രത്തെ തൊട്ട് പറഞ്ഞോട്ടെ, ഇത് യഹോവയ്ക്ക് വിശുദ്ധ. ഈ ശരീരം ദൈവത്തിന് വിശുദ്ധ. ഈ ജീവിതം ദൈവത്തിന് വിശുദ്ധ. ഈ ഇന്ദ്രിയങ്ങൾ ദൈവത്തിന് വിശുദ്ധ. ഈ ശബ്ദം ദൈവത്തിനുള്ളത്. ഈ കാതുകൾ ദൈവത്തിനുള്ളത്. ഈ കാലുകൾ ദൈവത്തിനുള്ളത്. I belong to Jesus. ഇന്ന് സഭ ഉറക്കെ വിളിച്ചു പറഞ്ഞേ, I belong to Jesus. I belong to Jesus. ഞാൻ യേശുവിനുള്ളവൻ. ഞാൻ യേശുവിനുള്ളവൻ. കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, I belong to Jesus. I belong to Jesus. ഞാൻ യേശുവിനുള്ളവൻ. അഭിഷേകം നമ്മളെ വിശുദ്ധിയിലേക്ക് കടത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകുമെന്നോ ഇവൻ വിശുദ്ധനാകുമെന്നും പറയുന്നു. ഞാൻ വീണ്ടും അവിടെ നിന്ന് കറങ്ങുകയല്ല, അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവിന്റെ 2 തലങ്ങൾ കൂടെ പറഞ്ഞ്, 2 ആവശ്യകതകൾ കൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 66-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സെക്കറിയ പുരോഹിതന് ജനിച്ച ചെറിയ ശിശു ഇതാ അവിടെ കിടക്കുകയാണ്. ആ ശിശുവിനെ നോക്കിയിട്ട് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ പറയുന്നതായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. എന്താണ് ആ ശിശുവിനെ നോക്കിയിട്ട് പറയുന്നത്? ആ ശിശുവിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഈ പൈതൽ എന്തായി തീരും എന്ന് ചോദിക്കുകയാണ്. ഞാനതിനെ 2 ആസ്പെക്റ്റിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പൈതൽ എന്തായി തീരുമെന്ന് ചോദിച്ചോ? കാരണം അത് ചോദിച്ചതിന്റെ ഒരു കാരണമുണ്ട്. കാരണം ഈ കുഞ്ഞ് ഒരു പുരോഹിതൻ ദൈവാലയത്തിനകത്ത് ചെന്നപ്പോൾ ഉണ്ടായ പ്രത്യക്ഷതയിൽ ലഭിച്ച വെളിപ്പാട് പ്രകാരം ജനിച്ച കുഞ്ഞാണ്. മാത്രമല്ല അവന്റെ അപ്പനും അമ്മയും ഇവന് വേണ്ടിയുള്ള പേര് ദൈവത്തിന്റെ അരുളപ്പാടിൽ പ്രാപിച്ചതാണ്. ഈ പേര് അവരുടെ ചാർച്ചയിൽ ആരിലുമില്ല. ഇതൊക്കെ കണ്ടപ്പോ ജനത്തിന് ഇതൊരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്ന് കണ്ട്, ഈ കുഞ്ഞിൽ എന്തോ ഒരു വിശേഷതയുണ്ടെന്ന് കണ്ട്, ഈ കുഞ്ഞ് വലുതാവുമ്പോ ആരാകും എന്നിങ്ങനെ ഒരു ആന്റിസിപ്പേഷനിൽ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞതാകാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് വേറെ ഒരു വശമുണ്ട് കേട്ടോ. അതിന് വേറെ ഒരു വശമുണ്ട്. ആ വശത്തിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരാം. ഈ യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നു എന്നുള്ള സംഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എലിസബത്ത് ഗർഭിണിയാകുന്ന ആ സമയമായപ്പോഴത്തേക്ക് എന്തോ ആയെന്നറിയാമോ? അപ്പൻ ഊമനായി പോയി. ഒരു കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിലായതേ ഉള്ളൂ. ആകുന്ന സമയമായപ്പോഴത്തേക്കും അപ്പൻ ആരായി? അപ്പന് ഊമപ്പിശാചി കയറി. അപ്പൻ മിണ്ടത്തില്ല. അപ്പനൊന്നും മിണ്ടത്തില്ല. ഒരാളുടെ പേര് പോലും വിളിക്കത്തില്ല. ഇനി അമ്മയ്ക്ക് എന്തോ പറ്റിയെന്നറിയാവോ? അമ്മ പ്രഗ്നൻസി ഡിസോർഡറായിട്ട് ഡിപ്രഷൻ കയറി ഒരിടത്ത് പോയി ഒളിച്ചു താമസിക്കുക. ഇങ്ങനൊരു കുഞ്ഞുണ്ടായ എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ അവസ്ഥ? ഇത് വയറ്റിലുണ്ടായപ്പോഴത്തേക്ക് അപ്പൻ മൗനമായിപ്പോയി, അമ്മ ഡിപ്രഷൻ അടിച്ച് ഒരിടത്ത് പോയി ഒളിച്ചു താമസിക്കുകയും ചെയ്യുക. സ്തോത്രം. എന്നിട്ട് ഈ കൊച്ച് ജനിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും പറയുക, നാട്ടിലെങ്ങും ഇല്ലാത്ത ഒരു പേര് വിടണമെന്ന്. ഇതെല്ലാം കണ്ടപ്പോൾ പ്രായമുള്ള നല്ല ബുദ്ധിയുള്ളവരൊക്കെ ഇപ്പുറത്ത് നിന്ന് പറഞ്ഞു, ദൈവമേ ഇതെന്തോ ആയിത്തീരുമെന്ന് തമ്പുരാൻ അറിയാമെന്ന് പറഞ്ഞു. ഇതെന്തോ ആയിത്തീരുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇവിടെ യോഹന്നാൻ ശിശു ജനിച്ചു കിടക്കുമ്പോൾ ചുറ്റുപാടും നിന്നവരൊക്കെ അവിടെ ചുറ്റും നിന്ന് നോക്കുക. എന്തോ ആയിത്തീരുന്ന ആർക്കറിയാം? വലിയ കാര്യത്തെ ശുശ്രൂഷയ്ക്കിറങ്ങിയതാ, എന്തോ ആയിത്തീരുന്ന ആർക്കറിയാം? വലിയ കാര്യത്തെ പഠിക്കാൻ വിട്ടതാ, എന്തോ ആയിത്തീരുന്ന ആർക്കറിയാം? വലിയ ആഘോഷമായിട്ട് കല്യാണം നടത്തിയതാ, എന്തോ ആയിത്തീരുന്ന ആർക്കറിയാം? ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞോ? എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് ലൂക്കോസ് 1:66-67 വരുമ്പോൾ ഈ അയലോക്കക്കാരും നാത്തൂനും അളിയന്മാരും ഇവരെല്ലാരും കൂടി ഇരുന്ന് ഇതെന്തോ ആയി തീരുമെന്ന് പറഞ്ഞത് കേട്ട് ആകെ സെക്കറിയാവിന് സങ്കടമായി. സെക്കറിയാവ് ആകെ ടെൻഷൻ പിടിച്ച് സെക്കറിയാവ് പോയി 2 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? അല്ല, പകരം അവിടെ ചുറ്റിലും നിന്നവരെല്ലാവരും ഹല്ലേലൂയ ഇങ്ങനെ വ്യാകുലപ്പെട്ട് ഇതെന്തോ ആയി തീരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ആശങ്കയുടെ വാക്കുകൾ, അപ്പുറത്തും ഇപ്പുറത്തും നിരാശയുടെ വാക്കുകൾ, അപ്പുറത്തും
അപ്പുറത്തും ഇപ്പുറത്ത് നെഗറ്റിവിറ്റിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് 67 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവന്റെ അപ്പനായ സെഖറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവനോട് പ്രവചിക്കാൻ തുടങ്ങി. ഞാൻ അതിനകത്ത് ഫസ്റ്റ് പാർട്ട് എടുക്കുകയാണ്. സെഖറിയാവ് ബൈ പ്രൊഫഷൻ ഡെസിഗ്നേഷൻ നോക്കിയാൽ സെഖറിയാവ് ആരാണെന്നറിയാമോ? സെഖറിയാവ് പുരോഹിതനാണ്. പക്ഷെ പുരോഹിതനായ സെഖറിയാവ് പ്രവചിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പനായ സെഖറിയാവ് പ്രവചിച്ചു. 67 വാക്യത്തിലേക്ക് വരുമ്പോൾ 67 വാക്യത്തിൽ പറയുകയാണ്, അപ്പനായ സെഖറിയാവ് പ്രവചിച്ചു. ഇന്ന് പകൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളൊരു പാസ്റ്ററാണോ, നിങ്ങളൊരു പ്രീസ്റ്റ് ആണോ, അതൊന്നുമല്ല വിഷയം. നിങ്ങളൊരു അപ്പനാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പ്രവചിക്കണം. നിങ്ങളൊരു അമ്മയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പ്രവചിക്കണം. സമൂഹം ചോദിച്ചേക്കാം, നിന്റെ മക്കളെ കൊണ്ട് എന്തോ ചെയ്യുന്ന, നാട്ടുകാർ ചോദിച്ചേക്കാം, നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തോ ചെയ്യുന്ന, ഇതിനെ എന്തോ ചെയ്യുമെന്ന് ലോകം ചോദിക്കുമ്പോ, ദൈവജനമേ, നിന്നിൽ ഒരു അപ്പനുണ്ടെങ്കിൽ, നിന്നിൽ ഒരു അമ്മയുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ചു പറ ഒരു പ്രവചനം. മക്കളെ കുറിച്ച് ഓപ്പൺ ഹൗസിന് ടീച്ചർമാർ എന്തെങ്കിലും പറയുന്നത് കേട്ട് നിരാശപ്പെടുകയല്ല. മക്കളെ കുറിച്ച് അയൽവക്കത്തെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയപ്പോ അവര് വന്ന് പറഞ്ഞത് കേട്ടിട്ട്, എന്റെ ദൈവമേ, ഇതുപോലൊരെണ്ണത്തെ എനിക്ക് എന്തോത്തിനാ തന്നെന്ന് ദൈവത്തോട് കരയുകയല്ല. പകരം പ്രതിസന്ധിയുടെ വാക്കുകൾ, നിരാശയുടെ പരിഹാസത്തിന്റെ വാക്കുകൾ നിന്റെ തലമുറയ്ക്ക് നേരെ കുതിച്ചു കയറി വരുമ്പോ, അഭിഷേകത്തിന് ഇടം കൊട, പരിശുദ്ധാത്മാവ് നിറഞ്ഞവന് ഒരപ്പൻ എഴുന്നേറ്റ് പ്രവചിക്കട്ടെ. യോഹന്നാന്റെ അപ്പൻ കുഞ്ഞിന് ദൂത് മേടിക്കാൻ വണ്ടി വിളിച്ച് ഒരിടത്തും പോയില്ല. അപ്പനായ സെഖറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തന്റെ കുഞ്ഞിനോട് പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ആരാണ് യഥാർത്ഥമായി ജയമെടുക്കുന്ന ഒരു അപ്പൻ? അഭിഷേകമുള്ള അപ്പൻ, അഭിഷേകമുള്ള അമ്മ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, പണം കൊണ്ട് തലമുറകൾ നന്നാകുമായിരുന്നെങ്കിൽ, ധീരുഭായ് അംബാനിയുടെ മകൻ അനിൽ അംബാനി സ്തോത്ര ജപ്തി ചെയ്യപ്പെടത്തില്ലായിരുന്നു. നീരവ് മോദി നാട് വിടേണ്ടി വരത്തില്ലായിരുന്നു. വിജയ് മല്യ ഒളിഞ്ഞു പാർക്കേണ്ടി വരത്തില്ലായിരുന്നു. പണം കൊണ്ട് തലമുറകളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? നമ്മുടെ നാട്ടിൽ തന്നെ കേൾക്കുന്നില്ലേ, രാഷ്ട്രീയത്തിന്റെ കൈക്കരുത്തുകൊണ്ട് പട്ടണങ്ങളെ മുഴുവൻ അടക്കി പിടിച്ച് ചോരക്കകത്ത് കളിച്ചുകൊണ്ട് ഞെളിഞ്ഞു നിന്ന എത്രയോ രാഷ്ട്രീയ പിതാക്കന്മാർ മക്കളുടെ ദുർനടപ്പ് കണ്ട് നെടുവീർപ്പിട്ട് കാലം കഴിക്കുമ്പോൾ, ഇന്ന് പകൽക്കായി രാത്രി ഞാൻ വിളിച്ചു പറയാ, രാഷ്ട്രീയം നിന്റെ മക്കളെ രക്ഷിക്കത്തില്ല, പണം നിന്റെ മക്കളെ രക്ഷിക്കത്തില്ല, വിദ്യാഭ്യാസം നിന്റെ മക്കളെ രക്ഷിക്കത്തില്ല. പക്ഷേ അഭിഷേകമുള്ള ഒരു അപ്പന്റെ മകൻ, അഭിഷേകമുള്ള ഒരു അമ്മയുടെ മകൻ, ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാകേണ്ട ഫസ്റ്റ് ക്വാളിറ്റി ഈ രാത്രി ഞാൻ പറയാ, ഒരഭിഷേകമാണ്. ഭ്രാന്തനെ പോലെ ആരാധിക്കുന്ന അഭിഷേകത്തിന്റെ നിറവുള്ള ഒരപ്പൻ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ മക്കൾ ഭാഗ്യവാന്മാരാണ്. ഒരഭിഷേകത്തിന്റെ നിറവുള്ള അമ്മ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ ഭാഗ്യവാന്മാരാ. നിന്റെ കുഞ്ഞുങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ സെഖറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഈ കുഞ്ഞിനോട് പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവചിച്ച് ഏറ്റവും ഒടുവിൽ അതിന്റെ 76 വാക്യത്തിലേക്ക് വരുമ്പോൾ, 76 വാക്യം മാത്രം വായിച്ചിട്ട് ഞാൻ അങ്ങ് പോകാം. സ്തോത്രം. ഇവിടെ യോഹന്ന, ഇവിടെ ഈ കുഞ്ഞിന് സെഖറിയാവ് എലിസബത്തും കൂടി പേരിട്ടോ. ഇവൻ ആരെന്ന് വിളിക്കപ്പെടണം? ഇവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. കിട്ടിയ വെളിപ്പാടിനനുസരിച്ച്
വിളിച്ച് അപ്പനും അമ്മയുടെ പേരിട്ടു, ഇവൻ യോഹന്നാൻ എന്ന് വിളിക്കണോ. ഇവനെ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോ എല്ലാരും യോഹന്നാൻ എന്ന് വിളിക്കണോ. ഇവൻ കളിക്കാൻ പോകുമ്പോ ഇവനെ എല്ലാരും യോഹന്നാൻ എന്ന് വിളിക്കണോ. ഇവനെ അമ്മാച്ചനും അമ്മാവിയും ചേട്ടനും അനിയനും ഒക്കെ ഇവനെ ആരെന്ന് വിളിക്കണോ? യോഹന്നാൻ എന്ന് വിളിക്കണോ. പക്ഷെ അഭിഷേകത്തിന്റെ നിറവ് കയറിയപ്പോ, പ്രവചനത്തിന്റെ ആത്മാവ് വന്നപ്പോ സെക്കറിയാവ് യോഹന്നാന്റെ മേളിൽ കൈവച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ യോഹന്നാൻ എന്ന് 2 ആഴ്ച 2 മാസം നിന്നെ നാട്ടുകാർ വിളിക്കോ, അത് കഴിയുമ്പോ നിന്റെ പേര് മാറോ, നീയോ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഓ, നീയോ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന്. ഞങ്ങളിട്ട പേര് കുറെ നാളത്തേക്കാ, ഞങ്ങളിട്ട പേര് 2 മാസത്തേക്കാ, ഞങ്ങളിട്ട പേര് 2 ആഴ്ചത്തേക്കേ ഉള്ളൂ. ഞങ്ങളിട്ട പേരിനപ്പുറം ദൈവം നിനക്കൊരു പേരിടോ. യെസ്, ഇന്ന് പകൽക്കാലം ഈ രാത്രി ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ കപ്പാസിറ്റി കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പേര് മേടിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങേ അറ്റം പോയ ഡോക്ടർ എന്ന്, അങ്ങേ അറ്റം പോയ എഞ്ചിനീയർ എന്ന്, അങ്ങേ അറ്റം പോയി കഴിഞ്ഞ ഒരു MBA കാരനെന്ന്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ഉള്ളിലുള്ള അഭിഷേകത്തിന് നിന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വാഗ്ദാനം ദൈവം അവന് വേറൊരു പേർ വിളിക്കും. ദൈവം അവന് പേർ വിളിക്കും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ പൊടി കൊച്ചുങ്ങളോടും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ അപ്പന്റെ അമ്മയുടെ കപ്പാസിറ്റിക്ക് അപ്പുറം, നിന്റെ കുടുംബത്തിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറം ദൈവത്തിന്റെ അഭിഷേകം നിനക്കൊരു പേര് സമ്പാദിക്കും. ജീസസ്, 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 ജീസസ്. യെസ് അമ്മേ, അവന്റെ പപ്പായ്ക്ക് കാശുണ്ടായതുകൊണ്ട്, അവർക്ക് വസ്തു ലോൺ വെക്കാനുണ്ടായതുകൊണ്ട് അവനെ കാനഡ വിട്ട് പഠിപ്പിച്ചു. പക്ഷെ മക്കളെ, നിനക്ക് നിന്റെ കുടുംബത്തിനും അഭിഷേകം ഉണ്ടായതുകൊണ്ട് നീ 2 ലക്ഷം രൂപ ലോൺ എടുത്തല്ലടോ. ദൈവത്തിന്റെ പദ്ധതി നിന്നെ, ഓ ദൈവത്തിന്റെ അഭിഷേകം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ട്രെൻഡുണ്ട്. +2 കഴിഞ്ഞാൽ, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞാൽ കാശുള്ളവരുടെ മക്കൾ എന്ത് ചെയ്യും എന്നറിയാമോ? അല്ല, എങ്ങനെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, വിദേശത്ത് പോയി പഠിക്കും. പക്ഷേ ഇതിനകത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ ചിന്തിക്കും, ഞങ്ങൾക്ക് വീട്ടിൽ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ എന്ന്. ഞാനൊരു സത്യം പറയട്ടെ, ഈ കാശ് മുടക്കി കാനഡയിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോകാൻ തുടങ്ങിയിട്ടേ ഒരു 5-8 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഈ കേരളത്തിൽ നിന്ന് ലോകത്തിന്റെ 5 വൻകരകളിലോ ദൈവമക്കള് കടന്നു ചെന്നിട്ടുണ്ട്. അത് കെട്ടിവെച്ച കാശിന്റെ ബലത്തിലല്ല, പകരം ഇരുന്ന് കരഞ്ഞ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ബലത്തിലാ. ആ ദൈവം ഇന്നും നിന്റെ ദൈവമാ. ആ അഭിഷേകം ഇന്നും ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത്. പണമല്ല വിഷയം, പഠിത്തമല്ല വിഷയം. അഭിഷേകം നിന്നെ കൊണ്ടുപോകും. അഭിഷേകം നിനക്കൊരു പേര് തരും. എനിക്കൊരു അഭിഷേകം വേണം യേശുവേ, എനിക്കൊരു അഭിഷേകം യേശുവേ, എനിക്കൊരു അഭിഷേകം ജീസസ്, എനിക്കൊരു അഭിഷേകം. യെസ്, എന്റെ അപ്പന്റെ കപ്പാസിറ്റി അല്ല എന്റെ ജീവിതത്തിന്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത്. എന്റെ അമ്മയുടെ കപ്പാസിറ്റി അല്ല എന്റെ ജീവിതത്തിന്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി വിശ്വസിക്കാം. No, no, പൊളിച്ചെഴുത. Rewrite the history. Rewrite. Oh. Rewrite the history. ചരിത്രം തിരുത്ത്, ഡെസ്റ്റിനി തിരുത്ത്. അഭിഷേകം കാത്തുന്നു. Holy Spirit. അന്തലാരകതിരി വിടപരാര. മക്കളെ, ഇത് മാതാപിതാക്കൾക്കുള്ള ദൂത. പക്ഷെ ആ ദൂത് തിരിഞ്ഞു പോവാ നിങ്ങൾക്ക് വേണ്ടി.
ഇന്ന് രാവിലെ ഞാൻ ഇതിനകത്ത് കയറി നിന്നപ്പോ ശക്തമായി തലമുറകളോട്, ഇതിനകത്തുള്ള തലമുറകളോട് ഭയങ്കരമായി ഒരു ഗോഡ്സ് ഫേവർ നിന്ന് കത്തുന്നത് ഞാൻ കാണുക, നിന്ന് കത്തുകയാ. A divine favor in the small generation, a divine favor, a glory descending. Oh shit. Yes. Oh shit. Oh. Yes. തലമുറകളെ പൊളിച്ചെഴുതുന്ന, ഡെസ്റ്റിനി മാറ്റി എഴുതുന്ന, ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യുന്ന ഒരഭിഷേകം. കുഞ്ഞെ, കൊതുമ്പ് വെള്ളം തുഴഞ്ഞു നീക്കുന്നതിനൊരു പരിധിയുണ്ട്. തുഴഞ്ഞു നീക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ അതിനകത്തൊരു യമഹയുടെ എഞ്ചിൻ പിടിപ്പിച്ചാൽ, അതിനകത്തൊരു യമഹയുടെ ഫയർ ഫയർ. കൊതുമ്പ് വെള്ളം തുഴയുമ്പോ അത് കണ്ടിട്ട് പറയും ഇത് നാട്ടിലെ തോട്ടി കൊള്ളാമെന്ന്. പക്ഷേ നാട്ടിലെ തോട്ടിൽ ഒതുങ്ങുന്ന ഒരു കൊതുമ്പ് വെള്ളമല്ല, കടലോളങ്ങളെ കീറി മുറിക്കുന്ന ഒരു യമഹയുടെ എഞ്ചിൻ വെച്ച യെസ് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ബന്ധനങ്ങൾ അടിയട്ടെ, ഇരുളുകൾ മാറിപ്പോകട്ടെ. പട്ടണം പിടിക്കുന്ന അഭിഷേകം, പട്ടണം പിടിക്കുന്ന അഭിഷേകം. രാജ്യങ്ങളെ wide approach, Jesus, anointing, 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 Jesus, Jesus. ആ അഭിഷേകം എനിക്ക് വേണോ അപ്പച്ചാ, ആ അഭിഷേകം എനിക്ക് വേണോ അപ്പച്ചാ. കരമുയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പറ, ആ അഭിഷേകം എനിക്ക് വേണോ അപ്പച്ചാ, 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 ആ അഭിഷേകം എനിക്ക് വേണോ അപ്പച്ചാ. ജീസസ്. അവന്റെ അപ്പനായ സെഖറിയാവ് കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞില്ല. അവന്റെ അപ്പനായ സെഖറിയാവ് കുഞ്ഞിനെ ഓർത്ത് വ്യാകുലപ്പെട്ടില്ല. അവന്റെ അപ്പനായ സെഖറിയാവ് അവന്റെ കുഞ്ഞിനെ ഓർത്ത് താടി വളർത്തി നിരാശപ്പെട്ട് നടന്നില്ല. അവന്റെ അപ്പനായ സെഖറിയാവ് ജോലി റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ വന്ന് കുത്തിയിരുന്ന് സങ്കടപ്പെട്ടില്ല. അവന്റെ അപ്പനായ സെഖറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ജീസസ്. ആമേൻ, ആമേൻ. നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ ഈ വിഷയങ്ങളെ ആരംഭിച്ചപ്പോൾ ആദ്യമായി നാം കണ്ടത് പൗലോസിന്റെ അടുക്കൽ അനനിയാസ് പറയുകയാണ്, ശൗൽ നീ പരിശുദ്ധാത്മ പൂർണ്ണനാകണമെന്ന് പറയുകയാണ്. പക്ഷെ ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ പൗലോസിനെ ഇങ്ങനെ അഭിഷേകം കൊണ്ട് നിറഞ്ഞിരിക്കണം. ബി ഫിൽഡ് ഇൻ ദ സ്പിരിറ്റ്. അതാണ് പറയുന്നത്, ബി ഫിൽഡ് ഇൻ ദ സ്പിരിറ്റ്. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് പിൽക്കാലത്താണ് തിരിച്ചറിയുന്നത്. അനന്യാസ് നീ ഇപ്പോൾ അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യകതയൊന്നും മനസ്സിലായില്ല. കാലങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ നെസസിറ്റിയുടെ ആഴം, അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
പൗലോസിന്റെ മിഷനറി യാത്രയിൽ പൗലോസ് സെലൂക്യയിൽ കൂടെ സഞ്ചരിച്ച് സൈപ്രസ് വഴി സലാമീസിൽ കൂടെ പാഫോസ് എന്ന ദ്വീപിലെത്തി. അങ്ങനെ പാഫോസ് എന്ന ദ്വീപിലെത്തിയപ്പോൾ ബെർയേശു എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ആ പാഫോസ് എന്ന ദ്വീപിന്റെ ദ്വീപ് പ്രമാണി, അവിടുത്തെ ഗവർണർ സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേർ സെർഗിയോസ് പൗലോസ്. രണ്ടും പൗലോസ് ആയതുകൊണ്ട് ഞാൻ സെർഗിയോസ് മാത്രം എടുക്കുക. അപ്പൊ ഈ സെർഗിയോസ് ഭയങ്കര ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. സെർഗിയോസ് ഇങ്ങനെ അറിഞ്ഞു പൗലോസും ബർണബാസും ഒക്കെ ഈ ദ്വീപിൽ എത്തിയിട്ടുണ്ട്, അവരേതോ ഒരു പുതിയ പ്രസംഗവുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണെന്ന്. ഒരാൾ മരിച്ചിടത്തു നിന്ന് എഴുന്നേറ്റെന്നോ അങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോയെന്നോ ഒക്കെ ഒരു പുതിയ സംവിധാനം കൊണ്ട് ഇറങ്ങിയേക്കുക. അപ്പൊ സെർഗിയോസിനൊരു ആഗ്രഹം, ഇവരെ വിളിച്ച് എന്തുവാ ഈ സംഗതി എന്നൊന്നും അറിയണം, കാരണം ബുദ്ധിയുള്ള മനുഷ്യനാണ്. അങ്ങനെ വിളിപ്പിച്ച് പൗലോസും ബർണബാസും കൂടെ വിവരവും ബോധമുള്ള സെർഗിയോസിന്റെ വീട്ടിൽ വചനം പറയാൻ ചെന്നു. ഇനിയും പൗലോസും ബർണബാസും ആരാ നമുക്കറിയാം. രണ്ടുപേരുടെ ഇറങ്ങി ഇന്ന് പ്രസംഗിച്ചാൽ കേൾക്കുന്നവർ പറയും ഇന്ദ്രനും ബുധനുമാണെന്ന് പറയും, എലീൻസാ വന്നേക്കുന്നതെന്ന് പറയും. അപ്പം പ്രസംഗിക്കുന്ന ആൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. കേൾക്കുന്ന ആൾക്ക് വല്ല ബുദ്ധിക്കുറവുണ്ടോ? ഇല്ല. അങ്ങനെ സെർഗിയോസ് വിളിച്ച് വീട്ടിലിരുത്തി പൗലോസിനും ബർണബാസിനും കസാരയൊക്കെ ഇട്ട് കൊടുത്തു. ഇവര് മൂന്നുപേരും കൂടെ അവിടെ ഇരിക്കുക. പൗലോസ് ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സെർഗിയോസിന്റെ അടുക്കൽ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് പറഞ്ഞിട്ട് സെർഗിയോസിന്റെ തലയിലോട്ട് സാധനം കയറുന്നില്ല. പൗലോസ് ഇവിടെ കിടന്ന് പറച്ചില്ല. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്ന് ആരോട് എതിർത്തു നിന്നു? ശുശ്രൂഷയോട് എതിർത്തു നിന്നു, അഭിഷക്തന്മാരോട് എതിർത്തു നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തുകളയാനും ശ്രമിച്ചു. അപ്പോ പൗലോസ് രണ്ട് കൈയും കൂടെ വെച്ച്, ഒന്ന് സെർഗിയോസിനെതിരെയും മറ്റേത് പൗലോസിനെതിരെയും. ഒരിടത്തവൻ ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുകയാ, മറ്റേടത്തവൻ വിശ്വാസത്തിനെതിരെ നിൽക്കുകയാ. ഇവരിങ്ങനെ രണ്ട് സൈഡിലും ഒരുപോലെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ എലീമാസ് എന്ന് പറയുന്ന ഈ മിടുക്കൻ ഒരു വാക്കും അവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ വിദ്വാൻ എന്ന് പറഞ്ഞാൽ മന്ത്രവാദി എന്നാണ് അതിൻ്റെ അർത്ഥം. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഈ പാവെ പറപ്പിക്കുന്ന പൂവിരിപ്പിക്കുന്ന മജീഷ്യൻ അല്ല. ഈ മജീഷ്യൻ എന്ന് പറയുന്ന ഈ മാജിക് ഒരു സയൻസ് ആക്കി അതിനെ പഠിച്ച്, അതിൻ്റെ ആസ്ട്രോളജി പഠിച്ച്, അതിൻ്റെ ശാസ്ത്രം പഠിച്ച ഒരു മനുഷ്യനാണ്. മിസ്രൈമിലെ വിദ്വാൻമാർ, ബാബിലോണിലെ വിദ്വാൻമാർ, ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ വിദ്വാൻമാരുണ്ട്. അപ്പൊ ഈ മന്ത്രവാദിമാരെ അന്ന് പറഞ്ഞിരുന്നത് വിദ്വാൻ എന്നാണ് പറഞ്ഞിരുന്നത്. മന്ത്രവാദത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഹോണററി PhD ഒക്കെ കൊടുക്കുമായിരുന്നായിരിക്കും. അപ്പൊ ഈ മന്ത്രവാദി, ഈ വിദ്വാൻ അവിടെ ഇരുന്ന്, നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടുക്കലത്തെ മാർജിനിൽ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട് വിദ്വാൻ എന്നുള്ളത് മജീഷ്യൻ, ഫോണിക്കേറ്റർ, ഈ മന്ത്രവാദി, ആഭിചാരകനാണെന്ന്. അപ്പൊ ഈ എലീമാസ് ഇവിടെ ഇരുന്ന് ഇവരിങ്ങനെ കുനുകുനുകുനുകുനുകുനാ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പ്രത്യക്ഷമായിട്ടൊന്നും കാണാനില്ല. എലീമാസ് എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളിവിടെ പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞോ? നിങ്ങളിവിടെ പാട്ട് പാടണ്ടെന്ന് പറഞ്ഞോ? നിങ്ങളിവിടെ കൈകൊട്ടണ്ടെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പിന്നെ സെർഗിയോസിന്റെ അടുക്കൽ ഇവരത്ര നല്ല പുള്ളികളല്ലെന്ന് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പുറമേ നോക്കിക്കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പൗലോസിന്റെ പ്രസംഗവും കത്തുന്നില്ല, സെർഗിയോസിന്റെ ബുദ്ധി ഓപ്പൺ ആവുന്നില്ല. സെർഗിയോസിന്റെ ബുദ്ധി കെട്ടിവെച്ചു. പൗലോസ് ചിന്തിച്ചടാ, ഇത് സെർഗിയോസിന് വിവരം ബോധമൊക്കെ ഉള്ളയാ, വചനം കേട്ടാൽ മനസ്സിലാവാൻ ആംബിയറുള്ള മനുഷ്യനാ. ഞാനിത് എത്രയോ ഇടങ്ങളിൽ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചതാ. ഒന്നുകിൽ ഈ പ്രസംഗം കേട്ടിട്ട് ഇയാൾക്ക് കലിപ്പിളകണം, അല്ലെങ്കിൽ ഈ പ്രസംഗം കേട്ടിട്ട് വേണ്ട പോന്ന് പറയണം, അല്ലെങ്കിൽ ഈ പ്രസംഗം കേട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാകണം. ഒന്നുകിൽ പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കണം. ഒന്നുകിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട്. പക്ഷെ സെർഗിയോസ് ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ ഇങ്ങനെ ഇരിക്കുക. എന്താ കാരണം? പൗലോസ് പെട്ടെന്ന് അതിന്റെ 9-ാം വാക്യത്തിൽ അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ഇവിടാണ് അഭിഷേകത്തിന്റെ നിറവിന്റെ പ്രത്യേകത.
പുറമെ ചിരിച്ചോണ്ട് അച്ചായ ആൻറ്റി എന്നാ സന്തോഷമാ. അയ്യോ കുഞ്ഞെന്തോ ആയി, വിളിക്കാറുണ്ടോ, പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്, ജോലിയൊക്കെ ഉണ്ടോ, ശമ്പളമൊക്കെ എല്ലാ മാസവും വരുന്നുണ്ടോ, എന്തൊരു കൊച്ചു വർത്താനം വിശേഷമോ. പുറമെ നോക്കിയാൽ ഒന്നും അറിയത്തില്ല. പക്ഷേ പ്രശ്നം പൊങ്ങുന്നത് കണ്ടപ്പോ പൗലോസ് പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. ഞാൻ പറയും അത് വിവേചനത്തിന്റെ ഉറ്റുനോക്കലായിരുന്നു. പൗലോസ് ഉറ്റുനോക്കിയിട്ട് ഒരൊറ്റ അടി അടിച്ചു. ഹേ, സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, നീ കർത്താവിൻ്റെ സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോടാ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കണ്ണടിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. അത്രയും നേരം വരെ കൺകെട്ട് നടത്തിക്കൊണ്ടിരുന്ന പുള്ളി ഇപ്പൊ പറയാ, എവിടോട്ടാ എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ് കണ്ണ് തപ്പി നടക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്? ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത, ആത്മദൃഷ്ടി കൊണ്ട് കാണണ്ടിയ, കൃപയുടെ കണ്ണുകൊണ്ട് കാണണ്ടിയ പോർമണ്ഡലങ്ങൾ ദൈവജനത്തിന്, ദൈവസഭയ്ക്ക്, ശുശ്രൂഷകർക്കുമെതിരെ പൊങ്ങി വരുമ്പോൾ അതിനെ കാണുന്ന ഒരു കണ്ണ്, അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലെ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മ നിറവിൽ പൗലോസ് വിളിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവൻ ഏത് പരുവത്തിൽ അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത് അവനെ ഒരൊറ്റ അടി പൗലോസ് അടിച്ച്, ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ. ഒന്നാമത് പറയാ, എടാ നീ മഹാ കപടവാ എന്ന് പറഞ്ഞാൽ പൗലോസ് പ്രസംഗിക്കുമ്പോ ഇപ്പുറത്തെ ഈ എലീമാസ് വരുന്നു, ഓ ഐ സി അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ച് കേട്ടോണ്ടിരിക്കുക. അത് കേട്ടിട്ടാ പൗലോസ് പറഞ്ഞ, കള്ള നീ ചിരിച്ചോണ്ട് ഇതിനകത്തിരുന്ന അഭ്യാസം കാണിക്കുവല്ലടാ. എന്നിട്ട് സകല ധൂർത്തും, 5 കയറ് പിരിയാനും 5 മുത്തുമാലയും നല്ല തിളങ്ങുന്ന വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ വന്ന് പവറിൽ ഇരിക്കുക. കണ്ട പരമ മാന്യൻ. ഡ്രസ്സ് കണ്ട ആരേലും പറയുവോ? ഇരിപ്പ് കണ്ട ആരേലും പറയും ഇവൻ ഈ പന്ന പരിപാടി കാണിക്കുന്നവനാണെന്ന്? എത്ര മാന്യമായ വേഷം, മാന്യമായ വണ്ടി, മാന്യമായ വീട്. അവനെ കണ്ട ആരേലും പറയോ ഈ മന്ത്രവാദത്തിന് പോകുന്ന വ്യവരദോഷിയായതെന്ന്? ധൂർത്തുകൊണ്ട് സദാചാരം കൊണ്ട് അവൻ്റെ ആഭിചാരത്തെ അകത്തു വെക്കുകയാ. ജാക്കറ്റും കോട്ടും ഇട്ടാ നടക്കുന്നേ, പക്ഷെ അകത്ത് നടക്കുന്നത് എന്താണെന്നറിയാമോ? മന്ത്രവാദ നവോത്ഥാനമാണ് പുറത്തു പറയുന്നത്, പക്ഷെ അകത്ത് നടക്കുന്നത് എന്താണെന്നറിയാമോ? മന്ത്രവാദ. പൗലോസ് പറയുക, എടാ ധൂർത്തിന്റെ മറവിൽ നീ മന്ത്രവാദം ചെയ്യുവല്ലേ. എന്നിട്ട് അടുത്തത് പറയാ, നിനക്കാരോടാ ശത്രുത എന്നറിയാവോ? ഈ ദൈവത്തിൻ്റെ നീതി ഏതവനെങ്കിലും കിട്ടിയ, ആരെങ്കിലും നീതിയോടെ ജീവിക്കുന്ന കണ്ട അവൻ്റെ മണ്ടയ്ക്ക് നീ മെക്കിട്ട് കയറും. എന്നിട്ട് അടുത്ത ഒരു ഭാഗം, ആ ഭാഗം മോനെ ഒന്നും കൂടെ അതൊന്ന് കാണിക്കണേ വാക്യ. യെസ്, അവിടെ പൗലോസ് അവസാനമായിട്ട് പറയുക, കർത്താവിൻ്റെ നേർവഴികളെ, കർത്താവിൻ്റെ, അതിന് മുമ്പിലത്തെ വാക്യം 9-ാം വാക്യ, കർത്താവിൻ്റെ 10-ാം വാക്യ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? അപ്പൊ ഇവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? കർത്താവിൻ്റെ നേർ വഴികളെ മറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ 2 ഭാഗം പറയാം. അതിലെ പ്രധാനമായ 1-ാമത്തെ ഭാഗം പറയുന്നത്, സ്തോത്രം, ഞാനിവിടെ നിൽക്കുകയാ, ദൈവം എനിക്ക് അവിടോട്ട് പോകാൻ തക്കവണ്ണം ഒരു നേരായ ഒരു കാർപ്പറ്റ് എനിക്ക് വിരിച്ചു തന്നിട്ട്, ഒരു നല്ല വഴി എനിക്ക് വിരിച്ചു തന്നിട്ട് കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുവഴി കൂടെ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അതാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നത്. ആമേ. പക്ഷെ ഈ കള്ളം മന്ത്രവാദി വന്ന് എന്തോ ചെയ്തെന്നറിയാമോ? ഈ വഴിയുടെ ഇപ്പുറത്ത് ഇതുപോലെ ഒരു 10 വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയിട്ട് എൻ്റെ ബുദ്ധിയെ കറക്കുക. എനിക്ക് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിയത്തില്ല, എനിക്ക് മട്ടാഞ്ചേരിക്ക് പോകണോ വൈറ്റലയ്ക്ക് പോകണോ എന്നറിയത്തില്ല. ഞാൻ ഇങ്ങനെ നിന്ന് കറങ്ങുക. പല കുഞ്ഞുങ്ങളും പല കുടുംബങ്ങളോ മുമ്പോട്ട് പോകാൻ കഴിയാതെ നിന്ന് കറങ്ങുക. എന്താ കാര്യം എന്നറിയാമോ? നിന്നെ കറക്കുന്ന മന്ത്രവാദം, നിന്റെ തലമുറകളെ കറക്കുന്ന മന്ത്രവാദം, മുമ്പോട്ട് പോകാൻ കഴിയാതെ നേരായിട്ടുള്ള വഴിയെ മറിച്ചിട്ട് ഇട്ട് വട്ടം കറക്കുന്ന പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഭിഷേകത്തിന്റെ ശക്തിയിൽ വട്ടം കറക്കുന്ന പോരുകൾ, കുടുംബത്തെ വട്ടം കറക്കുന്ന, തലമുറയെ വട്ടം കറക്കുന്ന, ജീവിത പങ്കാളിയെ വട്ടം കറക്കുന്ന സകല ഇരുൾബലങ്ങളും ശാസിക്കപ്പെടും.
ഇന്ന് രാത്രി അഭിഷേകം ചില വട്ടം കറക്കലുകളെ നിർത്തുകയാ, ചില വട്ടം കറക്കലുകളെ നിർത്തുകയാ. ഇവിടുന്ന് കയറി അവിടെ വരിക, അവിടുന്ന് കയറി ഇവിടെ വരിക, ഇവിടുന്ന് കയറി അവിടെ വരിക. എങ്ങനായാലും കറങ്ങി 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 അവസാനം എവിടെ വരുമെന്നറിയാവോ? പഴയ സിഗ്നലിൽ തന്നെ വന്ന് കിടക്കുക. കാരണം ദൈവം ഒരുക്കിയ നേർവഴികളിൽ സഞ്ചരിക്കാൻ കഴിയാതെ ദൈവം ഒരുക്കിയ നേർവഴികളെ മുറിച്ചിട്ട് പിശാച് വട്ടം കറക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി അഭിഷേകം കത്തട്ടെ. ഓ, ഇനി നീ വട്ടം കറങ്ങരുത്. Oh, yes, yes. Hallelujah. Rama Shagala Gaudaria. Attara Pravoria. പൗലോസ് പറഞ്ഞു, നീ കുറെ നാൾ ദൈവമക്കളെ വട്ടം കറക്കിയതല്ലേ, എന്നാ ഇനി ഒരു കാര്യം ചെയ്യ്, നീയും കുറെ കറങ്ങാൻ പറഞ്ഞു. അതിനുശേഷം അവൻ നടന്നത്, അവനെ കറങ്ങാൻ പോലും വിട്ടില്ല, അവൻ തപ്പി നടന്നെന്നാ പറഞ്ഞത്. ഇന്ന് പകൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയാ, നിന്റെ അഭിഷേകം കത്താൻ തുടങ്ങിയ നീ പിന്നെ കറങ്ങത്തില്ല. നിന്നെ കറക്കുന്ന അന്ധകാര ശക്തികളുടെ ബലങ്ങൾ നഷ്ടപ്പെടും. ഈ രാത്രി ചിലരുടെ മുമ്പാകെ വഴികൾ തുറക്കപ്പെടുകയാ. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ചിലർക്ക് ദൈവം വ്യക്തമായ ഡെസ്റ്റിനേഷനുകൾ, വ്യക്തമായ പ്ലാനുകൾ. നീ കൊച്ചി പട്ടണത്തിൽ തെക്കും വടക്കും കടന്ന് കറങ്ങത്തില്ല. നീ വ്യക്തമായ ദർശനത്തോടെ you will proceed, you will move forward, you will have a strong destination, you will have a strong determination. Yes. Oh, ഈ ഉപവാസ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ you will have a strong determination power, you will have a clear destination point. നിന്റെ കറക്കം തീരുവാ കുഞ്ഞേ. ഇത് അഭിഷേകം വരുത്തുന്ന വിടുതലാ, ഇത് അഭിഷേകം വരുത്തുന്ന സ്വാതന്ത്ര്യമാ. നിന്റെ കറക്കം തീരുകയാ. ഇന്ന് രാത്രി വിളിച്ചു പറ, എന്റെ കറക്കം തീർന്നു, എന്റെ തലമുറയുടെ കറക്കം തീർന്നു. ഓ, വട്ടം ചുറ്റത്തില്ല. ഓ, ശബരബരബര ബൗഡാര വൈഡബരബരബരബരബ ശംബര ബൗഡ വിദലമനാദിര വൈഡപ്രവന അന്തലഗൗഡി പ്രവനേശ്വരേ. യേശുവിന്റെ നാമത്തിൽ അവിടെ വിടുതൽ സംഭവിക്കട്ടെ. ഓ, ദൈവശക്തി തൊടുന്നു യേശുവിന്റെ നാമത്തിൽ. ആഭിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, കൊടൂര കൂടോത്രത്തിന്റെ കെട്ടുകൾ, വട്ടം കറക്കുന്ന പോരുകൾ ഈ രാത്രി വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോ. ഇതാ ഒരു അഭിഷേകം നിനക്കുള്ളിൽ വ്യാപരിക്കുന്നു. നിന്നെ വട്ടം ചുറ്റിക്കുന്ന മന്ത്രവാദ പോരിനെ നീ മറികടക്കുകയാ. കഴുകനെ പോലെ നീ പൊങ്ങുവാ. Yes, yes. The fire കെട്ടഴിയുന്നു, 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 കെട്ടഴിയുന്നു. വിട്ടുപോ. യേശുവേ, യേശുവേ, യേശുവേ. Yes, ദൈവം തൊട്ടുന്ന രാത്രിയായത്. A clear destination point, a clear vision. ചാവട്ടി മുമ്പോട്ട് കയറോ. ഇന്ന് രാത്രി ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാ. ശിംശോന്റെ മുമ്പാകെ ആരും വാതിൽ തുറന്നില്ല. പക്ഷെ ശിംശോൻ എന്തോ ചെയ്തെന്നറിയാവോ? കട്ടളയും കഥകും കൂടെ പറിച്ച് തോളത്തെടുത്തു വെച്ചോണ്ട് പോകോ. ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകം കർത്താവിന്റെ ദാസിയെ നിന്റെ മേൽ ഇറങ്ങുക. ഓരികൾ അഴിയട്ടെ, തലമുറയെ കെട്ടുന്ന മന്ത്രവാദങ്ങൾ അഴിയട്ടെ, വഴി മറിക്കുന്ന മന്ത്രവാദങ്ങൾ വിട്ടുപോകട്ടെ. ബുദ്ധി കെട്ടുന്ന മന്ത്രവാദങ്ങൾ, ബുദ്ധി കെട്ടുന്ന മന്ത്രവാദങ്ങൾ, ബുദ്ധി കെട്ടുന്ന മന്ത്രവാദങ്ങൾ, ബുദ്ധി കെട്ടുന്ന മന്ത്രവാദങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ.
യാസ്, ബുദ്ധിയെ കെട്ടുന്ന മന്ത്രവാദങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ബുദ്ധിയെ കെട്ടുന്ന മന്ത്രവാദങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ബുദ്ധിയെ കെട്ടുന്ന മന്ത്രവാദങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഓ ബുദ്ധിയെ കെട്ടുന്ന മന്ത്രവാദങ്ങൾ, ഓർമ്മ നിൽക്കാത്ത മന്ത്രവാദങ്ങൾ, വട്ടുപിടിപ്പിക്കുന്ന സകല പോരുകൾ, ടെൻഷൻ കയറ്റുന്ന പോരുകൾ, തലവേദനയുടെ അശുദ്ധാത്മാക്കൾ യേശുവിൻ നാമത്തെ പാതാളത്തില് ഘടകത്താരം വേദ ഫടിക പ്രൗന വൈശ്യ പ്രാസ തീര വേ ഖാലി അന്തരാധരം പ്രവാനി വീടബാല ഹൗദരേ. അവന് മതിയായില്ല നേർവഴി മറിച്ച് കളഞ്ഞിട്ട്. അതുകൊണ്ട് അവൻ മതിയാക്കാത്തത് കൊണ്ട് നമ്മൾ അനുഭവിച്ചു തീർക്കണോ? അവന് മതിയാക്കാൻ കഴിയത്തില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു അഭിഷേകമുണ്ട്. അവൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തേര്, അവൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തേര്, അവൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തേര്. അവൻ ഇനി മന്ത്രവാദം ചെയ്യാൻ അവിടെ സർക്യൂട്ട് വേണ്ട. അവൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യ്. അവൻ ഇരുട്ടിൽ തപ്പട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകം ചില പാതാള അധികാരങ്ങളുടെ മെയിൻ സ്വിച്ച് ഊരുക. എന്റെ സഹോദരങ്ങളെ, അവൻ ഇരുട്ടിൽ തപ്പി എന്ന് പറയുമ്പോൾ അവന്റെ കാഴ്ച പോയെന്നൊന്നും പറയണ്ട. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അവന്റെ മെയിൻ സ്വിച്ച് അങ്ങൂരി, അവന്റെ മെയിൻ സ്വിച്ച് ഊരി. അവനിപ്പോ ഇരുട്ടില. നിന്റെ ഡെസ്റ്റിനേഷനെ തകർത്ത് നിന്നെ വാട്ടം ചുറ്റിക്കുന്ന പോരുകളുടെ മെയിൻ സ്വിച്ച് ഊരുന്ന ഒരു അഭിഷേകമായി രാത്രി. ദൈവത്തിന് സ്തുതി പറഞ്ഞ്, ദൈവത്തിന് സ്തുതി പറഞ്ഞ് പിശാചുക്കൾ അലറി കീഴടങ്ങുന്നു, പിശാചുക്കൾ അലറി കീഴടങ്ങുന്നു. ജീസസ്. അഭിഷേകം നമ്മുടെ ആത്മദൃഷ്ടിയെ പ്രകാശിപ്പിക്കും. എല്ലാം നമ്മുടെ പുറം കണ്ണുകൾ കൊണ്ട് കാണരുത്, എല്ലാം നമ്മുടെ പുറം കണ്ണുകൾ കൊണ്ട് കാണരുത്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഒരു 7 മണിയായ സമയത്ത്, ഒരുപക്ഷെ നാളത്തേക്ക് ദിനപത്രങ്ങളിൽ നിങ്ങൾ കാണും, റോഡിൽ ഒരു ആൾക്കൂട്ടം കണ്ടു. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു സ്യൂസൈഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു വീടിൻ്റെ വാതിക്കൽ ആളുകൾ കൂടി നിൽക്കുക. പക്ഷെ ഇന്ന് വൈകിട്ട് എൻ്റെ കൂടെയുള്ള മോന്, അവന് വന്ന മെസ്സേജ് നോക്കിയിട്ട് പറഞ്ഞു സ്യൂസൈഡ് അല്ല, കൊലപാതകവാ. രാത്രിയിൽ ഒരു കൊച്ചൻ പേടിയാണെന്ന് പറഞ്ഞ് വല്യമ്മയുടെ കൂടെ കയറി കിടന്നു. രാത്രി 3 മണിയായപ്പം അവൻ്റെ പേടി മാറിയിട്ട് അവൻ ചാടി എഴുന്നേറ്റ് ഒരു വടിയെടുത്ത് അവൻ്റെ ഉറങ്ങിക്കിടന്ന അപ്പനെ അടിച്ചു. എന്നിട്ട് അവൻ വെട്ടുകത്തി എടുത്തോണ്ട് വന്ന് തലേന്ന് രാത്രി പേടിയായോണ്ട് ഏത് വല്യമ്മയുടെ കൂടെ കിടന്നോ അവരെ വെട്ടിക്കൊന്നു. വെട്ടിക്കൊന്നിട്ട് തീർന്നില്ല, വെട്ടി 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 പോലീസ് വരുന്നിടം വരെ നിന്ന് ഇറച്ചിക്കട പുളിന്തടിയെ വെച്ച് വെട്ടുന്നത് പോലെ അവൻ വെട്ടി. നിങ്ങൾ എപ്പോഴെങ്കിലും അതുവഴി പോവുകയാണെങ്കിൽ, ബാക്കി ഞാൻ പറയുന്നില്ല. ജീസസ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആത്മദൃഷ്ടി പ്രകാശിക്കണം. അഭിഷേകത്തിന്റെ ജ്വലനം. ഒരാഴ്ചയായില്ല, ഒരാഴ്ച മുമ്പ് ഞാൻ ആ ജംഗ്ഷനിൽ ഒരാവശ്യത്തിന് നിർത്തുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഇതിൻ്റെയൊക്കെ ആവശ്യം ഇവിടെ എന്തുവാണ്? ഒന്നാമതേ നാട് മുഴുവനും ഇപ്പം അനാചാരത്തിനെതിരെ കൊടി ഉയർത്തുകയാണ്. ഇതെന്തിനാ കർത്താവേ ഇവിടെ ഇപ്പം ഇങ്ങനൊരു പുതിയ പരിപാടിയാണ്? ഒരാഴ്ച കഴിഞ്ഞപ്പം ലോകം അറിയത്തക്കവണ്ണം മനസ്സിലായി, ഇതിനായിരുന്നു ഇതൊക്കെയെന്ന്. ആത്മദൃഷ്ടി പ്രകാശിക്കണം ദൈവമക്കളെ. സ്തോത്രം. അടുത്ത ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇത് കുറേ പേർക്കൊക്കെ
ഈ ചാട്ടവും തുള്ളലും ഒക്കെ ആവശ്യമാണ്. പക്ഷെ മാന്യമര്യാദയ്ക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഇത്ര വലിയ അഭിഷേകത്തിൻ്റെ, ഇത്ര വലിയ പരിശുദ്ധാത്മ നിറവിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രാർത്ഥിച്ച് മര്യാദയ്ക്കൊക്കെ അങ്ങ് പോയാൽ പോരെ. ഇങ്ങനെ ചവിട്ടി തകർക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഉലകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അത്ര വലിയ ആവശ്യമില്ലാതിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അതാരായിരുന്നു? യേശു കർത്താവായിരുന്നു. കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ചേ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവന്. പക്ഷേ യേശുവിൻ്റെ ശുശ്രൂഷ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണ്, സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ നല്ലൊരു വാക്യം ഞാൻ പറയാം. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് യോർദാൻ വിട്ടു മടങ്ങി. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടെന്നാണോ പറഞ്ഞത്? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. യെസ്, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശുവിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്, യേശുവിനത് ആവശ്യമായിരുന്നെങ്കിൽ ഈ മണ്ണും പുഴിയും കൃമിയുമായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എത്ര അധികം ആവശ്യമുണ്ട്. ജീസസ്. നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഒരു പോയിന്റേ പറഞ്ഞു, ഒരു ഭാഗമേ പറഞ്ഞുള്ളൂ. സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. സെക്കൻഡ്, അവൻ സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. എല്ലാവരും ചേർന്ന് എന്നോടൊന്ന് പറയാമോ? സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സ്തെഫാനോസിന്റെ സാഹചര്യം നമുക്കറിയാം. അപ്പൊ ഈ സാഹചര്യത്തിൽ സ്തെഫാനോസിന് നോക്കുവാൻ 4 സാധ്യതകളുണ്ട്. 4 ഇടങ്ങളിലേക്ക് സ്തെഫാനോസിന് നോക്കാം. പക്ഷെ ആദ്യത്തെ 3 ഓപ്ഷനുകളെയും തട്ടിക്കളഞ്ഞുകൊണ്ടാണ് സ്തെഫാനോസ് എന്ത് ചെയ്തത്? 4ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. ഒന്നാമത് സ്തെഫാനോസിന് നോക്കാം. കഴിഞ്ഞ പ്രഭാതത്തിൽ, ഏറെ പ്രഭാതത്തിൽ എന്നെ ഒരു സഹോദരൻ വിളിച്ചു. എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് 1, 2, 3 വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഫോൺ വെക്കാൻ നേരം എൻ്റെ അടുക്കൽ പറഞ്ഞു, പാസ്റ്ററെ, പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ വിളിച്ചത്, ഇതാരാ എവിടുന്നാ എന്നൊന്ന് അറിയാൻ പറ്റുമോ? അല്ല, അത് പാസ്റ്റർ പറയാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ നമ്പർ എനിക്ക് വേണം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്നാൽ, സ്തെഫാനോസിന് ഇവിടെ നിൽക്കുമ്പോൾ നോക്കാം, ആരൊക്കെയാടാ എന്നെ കല്ലെറിയാൻ നിൽക്കുന്നേ, ആരൊക്കെയാടാ എന്നെ അപവാദം പറയാൻ നിൽക്കുന്നേ, ആരൊക്കെയാടാ എൻ്റെ പിള്ളേരെ പരിഹസിക്കുന്നേ, ആരാടാ പാസ്റ്ററുടെ അടുക്ക ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യമെല്ലാം പോയി പറയുന്നേ, ആരാടാ ഞങ്ങൾക്കിട്ടി പണി മൊത്തം വെക്കുന്നേ, ആരാണോ എന്നെക്കുറിച്ചും എൻ്റെ കൊച്ചുങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്നെ കല്ലെറിയുന്നത് ആരായെന്ന് എന്ത് ചെയ്യാം? സ്തെഫാനോസിന് നോക്കാം. നമ്മുടെ ചില അമ്മച്ചിമാരൊക്കെ ഉണ്ട്. ഇന്നൊക്കെ കുറച്ചും കൂടെ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, അത്രയില്ല. പണ്ടൊക്കെ അമ്മച്ചിമാർ ഒരു വിഷയം ഉണ്ടായാൽ അങ്ങോട്ട് കയറിയിട്ട് പറയും, ഇത് 2-1 അറിഞ്ഞിട്ടല്ലാതെ എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇതാരാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പച്ചവെള്ളം കുടിക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും നാൾ സംശയത്തിലായിരുന്നു ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ തെളിയിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ആരാന്നിതറിയണം, എന്നെ കുറിച്ച് ഇത് പറഞ്ഞത് ആരാണെന്നറിയണം. അപ്പൊ സ്തെഫാനോസിന് വേണമെങ്കിൽ ഒന്ന് നോക്കായിരുന്നു, ആരാ എന്നെ കല്ലെറിയാൻ നിൽക്കുന്നതെന്ന് നോക്കാമായിരുന്നു. പക്ഷേ സ്തെഫാനോസ് 1ാമത്തെ ഓപ്ഷൻ തൻ്റെ മുമ്പിൽ വന്നപ്പോ തട്ടിക്കളഞ്ഞു. പോടാ, എനിക്കിപ്പോൾ ആരാ എന്നെ കല്ലെറിയാൻ നിൽക്കുന്നേ, ആരാ എനിക്കിട്ട് ട്രോളാൻ നിൽക്കുന്നേ, ഇതൊന്നും അല്ല എൻ്റെ വിഷയ. ആരാടാ സോഷ്യൽ മീഡിയയിൽ എന്നെ വന്ന് കമൻ്റ് അടിക്കുന്നേ, എനിക്കിട്ട് പണി തരുന്നേ ആരാ, ഇതൊന്ന് സെർച്ച് ചെയ്യാൻ ഇതിൻ്റെ ഒന്നും പുറകെ നടക്കാനുള്ള സമയമില്ല ചങ്ങാതി. അതിനാൽ 2ാമത് സ്തെഫാനോസിന് വേറൊരു കാര്യം നോക്കാം. ദൈവമേ, ഇവരെല്ലാവരും കല്ലെറിയാൻ നിൽക്കുക. എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച് ആരെങ്കിലും ചിലപ്പോൾ ഇതിനകത്ത് കണ്ടേക്കുക. ഇവിടെ അടുത്തുള്ള കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടിട്ട് മനസ്സറി ഞാൻ അയ്യോ എന്തോ ചെയ്യാനാന്ന് പറ. ദൈവമേ, ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്ത് ആരെങ്കിലും കാണുമോ, കുടുംബക്കാരെങ്കിലും കാണുമോ? ഇങ്ങനെ നമുക്കിങ്ങനെ നിന്ന് സെർച്ച് ചെയ്യാം. എനി ഫേവർ ഫ്രം എനിവെയർ, എവിടെ നിന്നെങ്കിലും എനിക്ക് ഒരു കരുണ ലഭിക്കുമോ? ദൈവമേ, അത്യാവശ്യമായിട്ടൊരു 10,000 രൂപ വേണം. ആരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ? പാസ്റ്ററുടെ അടുക്ക ചോദിച്ചാൽ ഉപവാസമൊക്കെ കഴിഞ്ഞുകൊണ്ട് കാണുമോ എന്നും അറിയത്തില്ല. ഇനി ആരുടെ അടുത്ത് പോയി ചോദിക്കും? ഇനി ചോദിക്കാനുണ്ട്, എവിടെ പോയി ചോദിക്കാം? 2ാമതൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? അനുകൂലമായ ഒരു മുഖത്തേക്ക് നോക്കാം. പക്ഷെ സ്തെഫാനോസ് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെയും അനുകൂല മുഖത്തേക്ക് ഞാൻ നോക്കുന്നില്ല. സെക്കൻഡ് ഓപ്ഷൻ തട്ടി. 3ാമത് സ്തെഫാനോസിന് ഒരു ഓപ്ഷൻ ഉണ്ട്. എടാ, 10,
200 പേര് കല്ലും കണ്ട് നിൽക്കുക. എൻ്റെ ശരീരം എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരുമാതിരി ബലമുണ്ടോ? പിടിച്ച് നോക്കിയിട്ട് എത്രമാത്രം ബലമുണ്ട്. കല്ലേറൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന് എന്തോ പറ്റുമായിരിക്കുക. കല്ലെറിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പം പതുക്കെ എഴുന്നേറ്റ് പോകാമായിരിക്കുക. ഈ കല്ലൊക്കെ എറിഞ്ഞാൽ കുറേ മാംസം ചതവായിരിക്കും, എന്നാലും അസ്ഥിക്ക് ഒടുവൊന്നും പറ്റത്തില്ല. ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക. എന്താ ചിന്തിക്കാൻ പറ്റുന്നത്? സ്വന്തം ബലത്തിലേക്ക് നോക്കാം. യെസ്, എൻ്റെ കയ്യിൽ എന്നാലും ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 10,300 രൂപയുണ്ട്. ഇന്ന് 21 ഇനി അങ്ങോട്ടൊരു 7-8 ദിവസമുണ്ട്. എങ്ങനെ ഈ മാസം ഓടും? സ്വന്തം പോക്കറ്റിലേക്ക് നോക്കാം, സ്വന്തം വിദ്യാഭ്യാസത്തിലേക്ക് നോക്കാം, സ്വന്തം സ്കോറിലേക്ക് നോക്കാം, സ്വന്തം എബിലിറ്റിയിലേക്ക് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ സ്തെഫാനോസിന്റെ മുമ്പിലുണ്ട്, സ്വന്തമായതിലേക്ക് നോക്കാം. പക്ഷെ മൂന്നാമത്തെ ഓപ്ഷനും സ്തെഫാനോസ് എന്ത് ചെയ്തു? തട്ടിക്കളഞ്ഞു. ശത്രുവിനെ നോക്കിയില്ല, മിത്രത്തെ നോക്കിയില്ല, തൻ്റെ മുഖം കണ്ണാടി നോക്കിയിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നും ചോദിച്ചില്ല. ഹല്ലേലൂയ. ഈ 3 ഓപ്ഷനും തട്ടിയിട്ട് സ്തെഫാനോസ് 4മതൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തോ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവമക്കളോട് ചോദിക്കാം, നിങ്ങൾ എങ്ങോട്ട് നോക്കും? ഇന്ന് രാത്രി നിങ്ങളൊന്ന് മറുപടി പറ. നിങ്ങൾ എങ്ങോട്ട് നോക്കുക? ആരാ ട്രോളുന്നതെന്ന് നോക്കുവോ? ആരാ ചീത്ത വിളിക്കുന്നതെന്ന് നോക്കുവോ? ആരാ അടിപ്പാര വെക്കുന്നതെന്ന് നോക്കുവോ? ആരാ മന്ത്രവാദം ചെയ്യുന്നതെന്ന് നോക്കുവോ? നിങ്ങൾ എന്ത് നോക്കുവോ? അതോ ആരെന്നെ സഹായിക്കും നോക്കുവോ? അതോ എൻ്റെ കപ്പാസിറ്റി കൊണ്ട് എനിക്ക് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കുവോ? നിങ്ങൾ എന്ത് നോക്കോ? അതോ ഇന്ന് രാത്രികാലം ഇതൊന്നുമല്ല എൻ്റെ നോട്ട സ്വർഗത്തിലേക്കായിരിക്കാം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ എന്നോട് ചേർന്ന് പറയാ, പ്രതിസന്ധി വന്നാല്, കാറ്റ് വന്നാല്, തിര ഇളകിയാലും ഞാൻ സ്വർഗത്തിലേക്ക് കൺകൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. 121 സങ്കീർത്തനം ഭക്തൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്താം. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, എന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ എൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് തണൽ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിളിച്ചു പറയാ, ഞാൻ സ്വർഗത്തിലേക്ക് എൻ്റെ കൺകൾ ഉയർത്താം. യെസ്, ഞാൻ സ്വർഗത്തിലേക്ക് എൻ്റെ കൺകൾ ഉയർത്താം. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. The author and perfecter. ആരംഭിച്ചത് ദൈവമാണെങ്കിൽ ഇടയെ വെച്ച് ഞാൻ ഒരുത്തന്റെ മുഖത്ത് നോക്കത്തില്ല. പൂർത്തീകരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് എൻ്റെ കണ്ണുകളെ ഞാൻ ഉയർത്താം. ഇന്ന് രാത്രി ഒരു മനുഷ്യന്റെ മുഖത്തേക്കുമല്ല, ഒരു ലോകത്തിന്റെ സാധ്യതകളിലേക്കുമല്ല, ദൈവത്തിങ്കലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തണേ. സഹോദരങ്ങളെ, മത്തായി സുവിശേഷം 24, ലൂക്കോസിന്റെ സുവിശേഷം 21. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, മത്തായി 24, ലൂക്കോസ് 21. ഇത് രണ്ടും 3 വിധമായ നാശങ്ങളെ കുറിച്ച് പറയുകയാണ്. അന്ത്യകാല ശാസ്ത്രമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ ഒന്നാമത് പറയുന്നതായിട്ടുള്ള കഷ്ടകാലം, അത് സഭയുടെ കഷ്ടകാലമാണ്. കാരണം കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേൽക്കുക, വൃതന്മാർ തെറ്റിക്കപ്പെടുക, മാത്രമല്ല സ്തോത്രം, നിങ്ങളെ ന്യായാസനങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുക, എന്റെ നാമനിമിത്ത സകലരും നിങ്ങളെ തള്ളിപ്പറയോ. അത് ദൈവസഭയുടെ കഷ്ടകാലമാണ്. രണ്ടാമതായി യാക്കോബിന്റെ കഷ്ടകാലമാണ്. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. അന്ന് ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. അത് യെരൂശലേമിന്റെ യാക്കോബിന്റെ കഷ്ടകാലമാണ്. എന്നാൽ മൂന്നാമത്തെ കഷ്ടകാലം എന്ന് പറയുന്നത് അത് സഭയുടെയോ ഇസ്രായേലിന്റേതോ അല്ല, അത് സർവ്വലോകത്തിനും വരുവാനുള്ള നാശമാണ്. അതാ അവിടെ ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നത് കൊണ്ട് ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഉള്ള ആശങ്ക വരുന്നു. അതൊരു സഭയ്ക്കല്ല, അതൊരു മതത്തിനല്ല, അതൊരു രാഷ്ട്രത്തിനല്ല, അത് സകല മനുഷ്യർക്കും നേരിടുന്ന കഷ്ടമാണ്. ഇങ്ങനെ കഷ്ടതയുടെ തീവ്രതയാണ് അവിടെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ അടുക്കൽ എന്താ പറയുന്നത്? ആ 21
21:26 വരുമ്പോൾ 21:26 പറയുകയാണ്, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നത് കൊണ്ട് ഭൂലോകത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് മനുഷ്യർ നോക്കുകയാണ്. അവർ നിർജീവന്മാരാകാം. അപ്പൊ മനുഷ്യർ എങ്ങോട്ടാ നോക്കുന്നത്? ഭൂമിക്കെന്തോ പറ്റോ, ഇവിടെ ഇതിനെന്തോ പറ്റോ. അവരെ ഒരു സബ്സ്റ്റൻസിലേക്ക്, അവരൊരു ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. പക്ഷേ അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ സാധാരണമായി 27 വായിച്ചിട്ടാണ് 28 വായിക്കുന്നത്. പക്ഷെ 28 വായിച്ചിട്ട് 27 വായിച്ചാലേ നമുക്കതിന്റെ അർത്ഥതലം മനസ്സിലാകത്തുള്ളൂ. ലൂക്കോസ് 21:28 അവിടെ പറയുകയാണ്, ലൂക്കോസ് 21:28, മനുഷ്യർ അത് നോക്കി നിർജീവമാകാം. അങ്ങനെ മനുഷ്യരിങ്ങനെ ലോകത്തിലേക്കൊക്കെ നോക്കി ഉള്ള ഗ്യാസ് പോയി ഇങ്ങനെ ഇരിക്കുമ്പോ ദൈവമക്കൾ എന്ത് ചെയ്യണോ? എന്റെ നാശം വരുന്നുവെന്നല്ല, എന്റെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നുവെന്നറിഞ്ഞ് നിവർന്നു നിൽക്കണോ. ആദ്യം എന്തോ ചെയ്യണമെന്നറിയാമോ? നിവർന്നു നിൽക്കണോ. പ്രശ്നം വരുമ്പോൾ നിവർന്നു നിൽക്കണോ. അടുത്തിരിക്കുന്നവരെ വിളിച്ചിട്ട് പറഞ്ഞേ, പ്രശ്നം വരുമ്പോ നിവർന്നു നിൽക്കണോ. പ്രശ്നം വരുമ്പോ നിവർന്നു നിൽക്കണോ. അടുത്തിരിക്കുന്നവരുടെ അടുത്തൊന്ന് ഉറക്കെ പറഞ്ഞേ, പ്രശ്നം വരുമ്പോ നിവർന്നു നിൽക്കണോ. യെസ്. എന്നിട്ട് അടുത്തത് പറയുക, നിവർന്നു നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നിങ്ങൾ നോക്കരുത്. നിവർന്നു നിന്നിട്ട് നിങ്ങളുടെ തല പൊക്കുവീൻ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തല ഇങ്ങനെ പൊക്കി സ്വർഗത്തിലേക്ക് നോക്കുവേ. മനുഷ്യർ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ദൈവ പൈതൽ സ്വർഗത്തിലേക്ക് നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എന്തോ സംഭവിക്കുക? ഇനി 27 വാക്യം വായിച്ചട്ടെ. 28 കഴിഞ്ഞ് ഇനി 27. അപ്പോൾ നിങ്ങൾ തലപൊക്കി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോട്, ഓ the son of man descending with the power and great glory in the clouds. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, പ്രശ്നങ്ങളുടെ നടുവിൽ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ ഗ്യാസ് പോകും. പക്ഷേ പ്രശ്നങ്ങളുടെ നടുവിൽ തല ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കിയാ മനുഷ്യപുത്ര with power and great glory coming for you, ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം നിന്നെ സഹായിപ്പാ. Oh, Sambaradera, Diadera, Ulia Mara Nagar Keradia, Haidaba Pravania. ജീസസ്. ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ ലോകത്തിലേക്ക് പോകരുത്. നിന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. നിന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ലോകത്തിലെ ഏറ്റവും കൊടൂരമായ കാലമാണ്. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്. മീഖാ 7:6, മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോട് എതിർത്ത് നിൽക്കുന്നു, മരുമകൾ അമ്മാവിയമ്മയോട് എതിർക്കുന്നു. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുകയാണ്, മനുഷ്യന്റെ വീട്ടുകാർ പോലും അവന്റെ ശത്രുക്കളായി തീരുന്നു. ഇങ്ങനെ കൊടിയ കാലമാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്. പക്ഷേ അതിന്റെ നടുവിൽ പ്രവാചകൻ അതിന്റെ 7-ാം വാക്യത്തിൽ പറയുക, വീട്ടുകാർ പോലും എനിക്കെതിരായി തീർന്നാലോ ഞാനോ യഹോവയിങ്കലേക്ക് എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ. ഞാനോ യഹോവയിങ്കലേക്ക് അവങ്കലേക്ക് നോക്കിയവർ ഇന്ന് രാത്രി ഉറപ്പിക്കുക, ഒരു മനുഷ്യന്റെ മുഖത്ത്, ഒരു പ്രസ്ഥാനത്തിന്റെയും മുഖത്ത് അല്ല, ഞാനോ യഹോവയിങ്കലേക്ക് നോക്കോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താ. യേശു ഉയർത്തെഴുന്നേറ്റ അനന്തരം ശിഷ്യന്മാർക്ക് വേണ്ടി അടച്ചിട്ട മുറിയിൽ വന്നോ. അന്ന് കാണാത്തവന് വേണ്ടി 8-ാം നാളിൽ യേശു പിന്നെയും വന്നോ. അന്ന് യേശു വരുമ്പോൾ 10 ശിഷ്യന്മാരുടെ അപ്പുറത്ത് ഇതാ ഒരുത്തൻ നിന്ന് വിറയ്ക്കുകയോ. വിശ്വാസത്തിന്റെ ബലം നഷ്ടപ്പെട്ട് പരിശോധനയുടെ കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന തോമസ്. യേശു തോമസിനെ വിളിച്ചോ. യോഹന്നാൻ 20:27, മോനെ തോമസ്, നീ ഇങ്ങോട്ട് അടുത്ത് വരാൻ പറഞ്ഞു. തോമസ് ഇങ്ങനെ വിറച്ച് ചെല്ലുകയോ. തോമസിന് വിശ്വാസമെല്ലാം പോയി, വിശ്വാസം മുഴുവൻ ഡ്രെയിൻ ഔട്ടായി ആടി ഉലയുന്ന തോമസ്. യേശു തോമസിന്റെ അടുക്ക പറഞ്ഞു, നീ ഇങ്ങോട്ട് അടുത്ത് വന്ന
വന്നെടാ കുഞ്ഞെ, നീ എന്നിട്ട് കൈ നീട്ടി, നീ ഇങ്ങോട്ട് വിരൽ നീട്ടി എന്റെ കൈകളെ കാണുക. യേശു തന്റെ കൈകളെ വിരിച്ചു കാണിച്ചു തോമസിന്റെ അടുക്കൽ. ലോക്ക്, നീ ഇവിടേക്ക് നോക്ക്. തോമസ് യേശുവിന്റെ കൈകളിലേക്ക് നോക്കി. കാരിരും വാണികളേറ്റ ആ കൈപ്പാടുകളിലേക്ക് തോമസ് നോക്കി. അവിടെ ഇറങ്ങിപ്പോയി അവന്റെ വിശ്വാസം ഇരച്ചു കയറി വന്നു. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ പ്രതികൂലത്തിൽ നീ ആടിപ്പോയോ? വിശ്വാസത്തിന്റെ പരിശോധനയിൽ നീ കുലുങ്ങിപ്പോയോ? കർത്താവിങ്കലേക്ക് നോക്ക്, അവന്റെ ആടിപ്പാടിലേക്ക് നോക്ക്, അവന്റെ മുഖത്തേക്ക് നോക്ക്. അവന്റെ മുൾക്കിരീടം ചൂടിയ ശിരസിലേക്ക്, അവന്റെ രോമങ്ങൾ പിച്ചി പറിച്ച ആ കവിൾത്തടങ്ങളിലേക്ക്, ചോരവാർന്നൊഴുകുന്ന അവന്റെ ആധരങ്ങളിലേക്ക്, തുളയ്ക്കപ്പെട്ട അവന്റെ അവിലാപുറത്തേക്ക്, അണിപാടേറ്റ അവന്റെ കരങ്ങളിലേക്ക്, അപാദചൂട രക്തത്തിൽ മാംസങ്ങൾ പിച്ചി പറിക്കപ്പെട്ട ആ പൊന്നു കർത്താവിന്റെ മുറിവുകളിലേക്ക്, ആ കാൽവറിയിലേക്ക്. ഇന്ന് രാത്രി വിശ്വാസത്തിനെതിരായ കൊടുങ്കാറ്റ് എത്ര ശക്തമായിരുന്നാലും ഈ രാത്രി ഞാൻ ഉറക്കെ പറയട്ടെ എന്റെ സഹോദരങ്ങളെ, യേശുവിങ്കലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്ത്. നീ കുലുങ്ങി പോകാൻ അവൻ സമ്മതിക്കത്തില്ല. ഈ രാത്രി ദൈവം ചിലരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയാ. ഈ രാത്രി കർത്താവ് ചിലരെ താങ്ങുകയാ. ഈ രാത്രി കർത്താവ് ചിലരെ ഉറപ്പിക്കുകയാ. Look unto Jesus. Look unto Jesus. അവൻ വഴിയിൽ വിട്ടിട്ട് പോകുന്നവനല്ല, അവൻ പൂർത്തി വരുത്തുന്നവനാണ്. He is the perfectionist. ഉടലമന വൈഡാരി. Yes. ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നാൽ ഒരു 2-3 ഭാഗങ്ങളെ കൂടെ വേഗത്തിൽ പറയാ. സ്തോത്ര. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വിജാതീയ രാജാവായ നെബൂഖദ്നേസറിനെയാണ് കാണുന്നത്. നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകളിൽ നെബൂഖദ്നേസറിനെ ദൈവം തൂക്കി അരമനയിൽ നിന്ന് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടേക്ക് ചിതറപ്പെട്ട ഈ നെബൂഖദ്നേസർ 7 വർഷങ്ങൾ കാളയെ പോലെ പുല്ല് തിന്നു. അവന്റെ മുതുക് മഞ്ഞുകൊണ്ട് നനഞ്ഞു. അവന്റെ നഖങ്ങൾ കഴുകന്റേതുപോലെയായി, അവന്റെ രോമം പക്ഷിയുടേതുപോലെയായി, അവൻ മൃഗപ്രായനായി തീർന്നു. ഞാൻ പലപ്പോഴും അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണുക. കാളയെ പോലെ പുല്ല് തിന്നാൻ ഈ നെബൂഖദ്നേസർ ചെന്നൊരു കാട്ടുപോത്തിന്റെ അടുത്ത്, ഒരു നല്ല ബലമുള്ള ഒരു പാണ്ടിക്കാളയുടെ അടുത്ത് എന്ന് നിന്ന് കാണാ. നെബൂഖദ്നേസർ ചെന്ന പുല്ലിനകത്തോട്ട് മുഖമിട്ടപ്പോ ഈ കാള കാല് വെച്ച ഒരു ഒറ്റ തട്ട് തട്ടി കാണോ. നെബൂഖദ്നേസർ 4 കാരണം മറിഞ്ഞ് അപ്പുറത്ത് പോയി വീണോ. നെബൂഖദ്നേസർ ചിന്തിച്ചോ, എന്നാ പോയി ഒരു പഴമെടുത്ത് തിന്നാമെന്ന്. അങ്ങനെ ഒരു പഴമെടുത്ത് തിന്നാൻ വേണ്ടി 2 കൈയും കൂടെ ചാടി ചാടി അപ്പുറത്ത് ചെന്നപ്പോ ഒരാൾക്കുരങ്ങിരുന്ന ഒരു ആപ്പിള് തിന്നുകയാ. നെബൂഖദ്നേസർ ചെന്ന ആപ്പിളിന്റെ അറ്റം ഒന്ന് പിടിച്ചോ. ആ ആൾക്കുരങ്ങ് ചിമ്പാൻസി നഖം നീട്ടി നെബൂഖദ്നേസറിന്റെ തലക്കിട്ടൊരെണ്ണം കൊടുത്തോ. എന്റെ പ്രിയപ്പെട്ടവരെ, നെബൂഖദ്നേസറിന്റെ 7 വർഷ കഷ്ടതയുടെ കാഠിന്യ. പക്ഷെ 4-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നെബൂഖദ്നേസർ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സ്വർഗത്തിലേക്ക് എന്റെ കണ്ണുയർത്തി. നെബൂഖദ്നേസർ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. അടുത്ത ഭാഗത്ത് പറയുകയാണ്, എനിക്ക് നഷ്ടമായതല്ല എനിക്ക് മടങ്ങി വന്നു. എന്റെ ബുദ്ധി മടങ്ങി വന്നു, എന്റെ മഹിമ മടങ്ങി വന്നു, എന്റെ രാജ്യത്വം യഥാസ്ഥാനപ്പെട്ടു. എനിക്ക് നഷ്ടമായതല്ല എനിക്ക് മടങ്ങി വന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവമക്കളോട് ചോദിക്കട്ടെ, നെബൂഖദ്നേസർ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ ദൈവം ഒരു റിസ്റ്റോറേഷൻ കൊടുത്തെങ്കിൽ, രക്തം കൊണ്ട് വിലക്കെടുക്കപ്പെട്ട ഞാനും നിങ്ങളും സ്വർഗത്തിലേക്ക് നോക്കിയാൽ ദൈവം മടക്കി തരാതിരിക്കുമോ? ഈ രാത്രി സ്വർഗത്തിലേക്ക് ഞാൻ എന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്താം. എന്റെ രക്ഷ ദൈവത്തിങ്കിൽ നിന്ന് വരോ. ഈ രാത്രി ഒരു മനുഷ്യ മുഖത്തേക്കല്ല, look unto Jesus. ജീസസ്. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്ത. ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് ഞാൻ നോക്കത്തില്ല. ഈ രാത്രി എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് ഞാൻ നോക്കത്തില്ല. എന്റെ കർത്താവ് അപ്പച്ചന്റെ മുഖത്തേക്ക് ഞാൻ നോക്കാം. ആ ആണിപ്പാടിലേക്ക് ഞാൻ നോക്കാം. ആ കാൽവറിയിലേക്ക് ഞാൻ നോക്കാം. ഇന്ന് രാത്രി തീരുമാനമെടുത്ത്, അങ്ങനെ തീരുമാനമെടുത്ത് സ്തെഫാനോ സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ എന്താണ്
കണ്ടത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. മനുഷ്യൻ രാത്രിയാകുമ്പോൾ അടച്ചിടുന്നത് പോലെ സ്വർഗത്തിന്റെ വാതിൽ അടച്ചിടത്തില്ല. ഈ രാത്രി look unto Jesus, look unto heaven. There is an open door for you. എനിക്ക് വേണ്ടി തുറന്ന ഒരു സ്വർഗവാതിൽ ഇന്ന് രാത്രി ഉറക്കെ പറ, എനിക്ക് വേണ്ടി തുറന്ന ഒരു സ്വർഗവാതിൽ. സ്വർഗം തുറന്നാൽ എന്തോ സംഭവിക്കുക. ഞാനൊരു 4-5 കൂട്ടുകാരികളെ പറഞ്ഞങ്ങ് പോയിക്കൊള്ളാം. വെളിപ്പാട് 4:1 ദർശന പരമ്പരകളുടെ 2ാമത്തെ തല. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടോ, സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ താൻ ഒരു ശബ്ദം കേൾക്കുകയാണ്, യോഹന്നാൻ ഇവിടെ കയറി വരിക എന്ന് പറയുക. തുറന്ന സ്വർഗം ഒരിക്കല താപ്പോട്ട് പോടാ, താഴോട്ട് പോടാ, താഴോട്ട് പോടാ അതല്ല പറയുന്നത്. സ്വർഗം പറയുകയാണ്, ഒരു സ്വർഗം തുറന്നത് കണ്ടാൽ അവൻ പറയുകയാണ്, come up, നീ കയറി വാ. ഈ രാത്രി ദൈവം ചിലരെ കയറ്റിക്കൊണ്ട് വരികയാ. നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുമ്പോൾ കമ്മിങ് മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക്. യെസ്. എന്നിട്ട് രണ്ടാമത് യോഹന്നാനോട് പറയുക, മേലാൽ സംഭവിക്കാനുള്ളത് ഐ വിൽ ഷോ യുവർ ഫ്യൂച്ചർ. നിന്റെ ഭാവി എന്താകുമെന്ന് വ്യാകുലപ്പെടണ്ട. ഐ വിൽ ഷോ യു ദ ഫ്യൂച്ചർ. ഇന്ന് രാത്രി തുറന്ന സ്വർഗം നിനക്ക് ഉറപ്പു തരിക. നിന്റെ ഭാവിയെ കുറിച്ച് ഞാൻ കരുതിക്കൊള്ളാം. നിന്റെ ഭാവി എന്റെ കൈകളിലാ. ഞാൻ വാഴുന്നു. ഓ ഓ ഓ ഓ ശബാരിയ വൈദാരകൽ ഘനാദിഹാദര അത്തല പ്രവേ. യെസ്. യോഹന്നാൻ 1 അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നഥനിയേൽ യേശുവിന്റെ അടുക്കൽ വന്നു. യേശു നഥനിയേലിന്റെ അടുക്കൽ ഒരു ദൂത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് നഥനിയേൽ ഇങ്ങനെ ഭയങ്കര അസ്റ്റോണിഷ്ഡായി. നഥനിയേൽ ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുക. അപ്പൊ യേശു ഇങ്ങനെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ നഥനിയേലേ, ഒരു ദൂത് കേട്ടപ്പോഴേ നീ ഇത്ര അങ്ങ് വണ്ടറടിച്ചാലേ 2-3 മാസം ഈ സഭയ്ക്കകത്ത് തുടർച്ചയായിട്ട് വന്നാൽ എൻ്റെ പൊന്നുമോനെ നിന്റെ കിളി പോകൂടാ. അതേ രീതിയിലാണ് കർത്താവ് പറഞ്ഞത്. എടാ ഒരു ദൂത് കേട്ടപ്പോഴേ നീ ഇത്ര അങ്ങ് എംബാരസ്ഡ് ആയെങ്കിൽ നീ ഒരു 2 മാസം തുടർച്ചയായിട്ട് സഭയെ വന്നു നോക്ക്. ജീവിതത്തിൽ വരുന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം. അമ്മേ, അതുകൊണ്ടാണ് യേശു പറഞ്ഞടാ നീ ഇതിനേക്കാൾ വലിയത് കാണാൻ പോവാ. 1-ാം അധ്യായം 51-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, നീ കാണോ സ്വർഗം തുറന്നിരിക്കുന്നത് കാണോ, ദൂതന്മാർ കയറുകയോ ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണോ. യെസ്. ഞാൻ ചോദിക്കാം, ദൂതൻ എന്തിനാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കയറി പോകുന്നേ? ദൂതൻ എന്തിനാ കയറി പോകുന്നേ? നിങ്ങളുടെ വീട്ടിലെ കണ്ണുനീരോ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. യെസ്. ദൂതൻ എന്തിനാ ഇറങ്ങി വരുന്നത്? നിങ്ങളെ സഹായിക്കുന്ന വലങ്കരവുമായി നിങ്ങളെ സഹായിപ്പാൻ അവൻ ഇറങ്ങി വരും. യെസ്. കർത്താവ് പറയുക, സ്വർഗം തുറന്ന നിന്റെ പ്രാർത്ഥനകൾ അവിടെ എത്തോ. സ്വർഗം തുറന്നാൽ നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടോ. സ്തോത്ര. സ്വർഗം തുറന്നാൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, സ്തോത്ര, യേശു കർത്താവ് യോർദാന്റെ നദീതീരത്തേക്ക് വന്നു സ്നാനമേൽക്കാൻ. അപ്പൊ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആശാരി ചെറുക്കൻ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടോ, പക്ഷെ എനിക്ക് ഈ പുള്ളി ആരാന്നൊന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ സ്നാനമേൽപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ സ്നാനമേൽപ്പിച്ചു കഴിഞ്ഞപ്പോ, യേശു ഇങ്ങനെ വന്ന് സ്നാനമേറ്റ് കഴിഞ്ഞപ്പോ ഞാനൊരു ദർശനം കണ്ടോ. സ്വർഗം തുറക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രാവിരൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങുന്നതും കണ്ടോ. അപ്പോ എനിക്ക് മനസ്സിലായി, ഇവൻ ആശാരി കൊച്ചനല്ല, ഇവൻ ദൈവപുത്രനാണെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇന്ന് രാത്രി സ്വർഗം തുറന്നാൽ നീ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തോ. നീ ആരാണെന്ന്, നിന്റെ അഭിഷേകം എന്താണെന്ന്, നിന്റെ പ്രാർത്ഥന എന്താണെന്ന്, നീ ദൈവത്തിന് എത്രമാത്രം വിലപ്പെട്ടവനാണെന്ന് ദൈവം വെളിപ്പെടുത്തും. യെസ്. അവിടെ സ്വർഗം തുറന്നപ്പോഴാ തച്ചന്റെ മകനല്ല, ദൈവത്തിന്റെ മകനാണെന്ന് വെളിപ്പെട്ടത്. ഇന്ന് രാത്രി നിന്നെ അക്സെപ്റ്റൻസിക്ക് വേണ്ടി, ഇന്ന് രാത്രി നിന്നെ ഓണർ ചെയ്യാൻ വേണ്ടി സ്വർഗം തുറക്കുന്നുവെന്ന് വിശ്വസിച്ചാട്ട്, സ്വർഗം തുറക്കുന്നുവെന്ന് വിശ്വസിച്ചാട്ട് 78-ാം സങ്കീർത്തന 23-24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ആകാശത്തിന്റെ വാതിലുകൾ എന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് he opened the doors of heaven. He opened the doors of
heaven. അവൻ സ്വർഗത്തിന്റെ വാതിലുകളെ തുറന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചോ? അവനവർക്ക് മന്ന കൊടുത്തോ, ധാരാളം ധാന്യം അവർക്ക് കൊടുത്തോ. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നോ, അവർക്കെല്ലാവർക്കും തൃപ്തി വരുത്തി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്വർഗം തുറന്നാൽ നീ ഇതിനെ ആർത്തനായി തീരത്തില്ല. സ്വർഗം തുറന്നാൽ നിന്റെ സങ്കടങ്ങൾ മാറോ. നിന്നെ തൃപ്തനാക്കുന്ന ദൈവം ഈ രാത്രി നിന്റെ ദാരിദ്ര്യത്തിന്റെ മുൻപാകെ സ്വർഗം തുറക്കുകയാ. ഈ രാത്രി നിന്റെ ഞെരുക്കത്തിന്റെ മുൻപാകെ സ്വർഗം തുറക്കുകയാ. ഈ രാത്രി നിന്റെ കടഭാരത്തിന്റെ മുൻപാകെ സ്വർഗം തുറക്കുകയാ. ഈ രാത്രി നിന്റെ ഇല്ലായ്മകളുടെ മുൻപാകെ സ്വർഗം തുറക്കുകയാ. ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്തേക്ക് സ്വർഗം തുറക്കുകയാ. നിന്നെ പോഷിപ്പിക്കുക, നിന്റെ തലമുറകളെ തൃപ്തമാക്കുക, നിന്റെ നിന്ന മാറുക, നിന്റെ ഞെരുക്കം മാറുക. The heaven is opening. ഈ രാത്രി സ്വർഗം തുറന്നിരിക്കുന്നു. ഈ രാത്രി സ്വർഗം തുറന്നിരിക്കുന്നു. ഈ രാത്രി സ്വർഗം തുറന്നിരിക്കുന്നു. യെസ്, ഇതിലെല്ലാറ്റിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വർഗം തുറന്ന ഭാഗമുണ്ട്. യെസ്, ഞാൻ അതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഒരു പക്ഷേ എൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം. യെരമ്യാ പ്രവചനം 50-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരമ്യാ 50:25 അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ തന്റെ ആയുധശാല തുറന്നു. ദൈവം തന്റെ ആയുധശാല തുറന്നു. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് തുറക്ക്, കണ്ണുകൾ ഉയർത്ത്. അവിടെ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കാണാൻ കഴിയോ? അതിനകത്ത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആയുധശാല, ആൻഡ് ദ ഡോർ ഓഫ് ആർമറി. ഇന്ന് രാത്രി വിളിച്ചു പറ, ദൈവത്തിന്റെ ആർമറിയുടെ ഡോർ, ദൈവത്തിന്റെ ആയുധങ്ങളുടെ ഡോർ തുറന്നിരിക്കുക. എന്നിട്ട് അടുത്തത് പറയുക, ദൈവം തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇതിനെ കുറച്ചും കൂടെ വിശദമായിട്ട് പറയുന്നത് വെളിപ്പാട് 19:11 വരുമ്പോഴാ. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഇതാ അനന്തരം ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയാണ്. അവന്റെ അധരങ്ങളിൽ നിന്ന് അഗ്നിവാളുകൾ പ്രത്യക്ഷമാകുന്നു. ഇതാ അവന്റെ വസ്ത്രത്തിന്മേൽ ചോര തളിച്ചിരിക്കുന്നു. ഇതാ അവന്റെ തുടമേൽ ആർക്കും വായിക്കാൻ കഴിയാത്ത ഒരു പേരെഴുതിയിരിക്കുന്നു. നിങ്ങൾ ആ ദർശനം കണ്ടേ? സ്വർഗം തുറന്നിരിക്കുന്നു. ഒരു വെള്ളക്കുതിര ചീറിപ്പാഞ്ഞു വരികയാ. ആ കുതിരയുടെ കുഞ്ചിരോമങ്ങളോ ഇങ്ങനെ പാറി പറക്കുകയാ. അതിന്റെ മുകളിൽ മിശിഹ ഇരിക്കുന്നു. ചോര തളിച്ച ഉടുപ്പ് ധരിച്ചുകൊണ്ട് യേശു ഇറങ്ങി വരികയാ. അതിന്റെ പുറകിൽ ഒരു ഭയങ്കര സൈന്യം, ഹോസ്റ്റ് ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ സൈന്യം ഇറങ്ങി വരികയാ. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുക, അവൻ ജാതികളെ വിധിക്കുകയോ വെട്ടുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി നോക്ക്, നിങ്ങൾക്ക് കാണാൻ കഴിയോ? The door of his armory is open. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. പടക്കുതിരകൾ പുറപ്പെടുന്നു. യുദ്ധ സൈന്യം ഇറങ്ങി വരുന്നു. To give you victory. ഈ രാത്രി ആ ദർശനം കാണുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്ന്. The heaven is open. ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറ, The heaven is open. ഏത് കുടുംബക്കാര് നിന്റെ നേരെ വാതിലടച്ചെന്നുള്ളതല്ല വിഷയം. ഏത് കൂട്ടുകാര് നിന്റെ നേരെ വാതിലടച്ചെന്നുള്ളതല്ല വിഷയം. ഏത് വാതിൽ അടഞ്ഞു എന്നുള്ളതല്ല, ഏത് വാതിലുകൾ അടഞ്ഞെന്നുള്ളതല്ല വിഷയം. ഇന്ന് രാത്രി വിഷയം സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നുവെന്നുള്ളതാണ്. അവന്റെ ആയുധശാല തുറന്നിരിക്കുന്നു. അവന്റെ ആയുധശാല തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ പോർമണ്ഡലങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി വരുന്നതിനെ കണ്ടാട്ടെ. ഒരു നിമിഷം ആത്മാവിൽ അധരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന് ഇതാ സ്വർഗത്തിലെ സൈന്യം ഇറങ്ങി വരുന്നു. ഇതാ the host of God, ദൈവത്തിന്റെ സേന, ദൈവത്തിന്റെ
സേന, ദൈവത്തിന്റെ സേന. ലാബാന്റെ ഗ്രഹം വിട്ട് യാക്കോബ് അപ്പന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവന്റെ അകം തിങ്ങുന്ന വേദനയാ. എന്താണെന്നറിയാമോ അവന്റെ അകം തിങ്ങുന്ന വേദന? ഏശാവും കൂട്ടരും തന്നെ കൊന്നുകളയുമോ എന്നുള്ളത്. പക്ഷേ താൻ മഹനീമിലെത്തുമ്പോൾ താൻ ഒരു ദർശനം കണ്ടു. ഇതാ the host of God, ദൈവത്തിന്റെ സേന തനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. ഇന്ന് രാത്രി മാനുഷിക യുദ്ധമണ്ഡലങ്ങളുടെ നടുവ് സ്വർഗത്തിലെ സൈന്യം നിനക്കായി ഇറങ്ങി വരുന്നു. Ribaraba Shamdaradia, Rigarabauda Pravalia, Idaba Regar Ganasia Teradia, Asba Pravalia, Askeria, Adera Pravolia Samdaradia, Ida Pravaria Sararia, Ribarabaria, Riga Teradia Tera, Iratri Nakwen Wadil Turakugea, Iratri Nakwen Wadil Turakugea, Iratri Wadil Turakugea, the Nakedirai, where you I want the Satro. 10,000 വഴിയായി ചിതറിയോടത്തക്കവണ്ണ സ്വർഗത്തിന്റെ ആയുധശാല തുറക്കുന്ന രാത്രി.